കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. മലപ്പുറത്ത് നിന്ന് ഷിഫാന സലീം വരികയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരും നമ്മൾക്ക് നേടിത്തരേണ്ട ഒന്നല്ല, അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 17-ാമത്തെ വയസ്സിൽ +1 പഠിക്കുമ്പോൾ വിവാഹ മണ്ഡപത്തിലെ കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുന്ന ആളിനോട് എനിക്ക് പഠിക്കണം എന്ന് പറയാൻ പറ്റാതെ പോയിരുന്നു. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഏത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ് പാരീസ്? ആ ആൾ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ പഠിക്കില്ലായിരുന്നു, ഞാൻ അവിടെ തീർന്നു പോയത്. ശബ്ദമില്ലാത്ത ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, എന്താ ഷിഫാനയ്ക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ ലൈഫാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമ്മൾക്ക് ലൈഫ് ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. എത്ര കിട്ടിയാലും ഞാൻ അവർക്ക് കൊടുക്കാനാണ് ആഗ്രഹം. ഇനി നമ്മൾ 3,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ ഉത്തരം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ജീവിതത്തിൽ വിജയിക്കാൻ എന്താണ് വഴിയെന്ന്. ഒറ്റ വഴിയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അതെല്ലാം സ്വന്തം ജീവിതത്തിൽ അങ്ങ് നടപ്പിലാക്കിയാൽ മതി. അത്ര കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമ്മൾ മറ്റുള്ളവർക്കായി ഉപദേശിച്ച് തള്ളി മറിക്കുന്നുണ്ടല്ലോ. ആ ഒരു കാര്യത്തിലൂടെ നമുക്കിന്ന് ആരംഭിക്കാം. ഈ വിജ്ഞാനത്തിന്റെ വേദിയിലേക്ക് ഇന്ന് ആരാണ് കടന്നു വരുന്നത്? വരുന്നു മലപ്പുറത്ത് നിന്ന് ഷിഫാന സലീം. ഒരിക്കലും മടുപ്പില്ലാതെ കൂടുതൽ പഠിക്കുവാനും അനുഭവങ്ങൾ എഴുത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുവാനും കഴിയുന്നതാണ് മലപ്പുറം സ്വദേശിനി ഷിഫാന സലീമിന്റെ ജീവിത വിജയം. ചെറുപ്രായത്തിലെ വിവാഹം ഈ പെൺകുട്ടിയുടെ പഠനമോഹങ്ങൾക്ക് ഒരു തടസ്സമാകാതിരുന്നത് പുതിയ അറിവുകൾക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ആവേശം കാരണമായിരുന്നു. ജീവിത പങ്കാളിയായി എത്തിയ പെരിന്തൽമണ്ണ രാമപുരം സ്വദേശി സലീം റിയാദിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് രംഗത്ത് ജോലി നോക്കുമ്പോഴും ഷിഫാനയുടെ തുടർപഠന സ്വപ്നങ്ങൾക്ക് തുണയേകാൻ മടിച്ചില്ല. മലപ്പുറം കോട്ടൂർ പള്ളിയാലി വീട്ടിൽ ഷാജഹാന്റെയും സാജിദയുടെയും മകൾ വീട്ടമ്മയായി വീട്ടിലൊതുങ്ങാതെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി ഇപ്പോൾ MA മലയാളത്തിന് പഠിക്കുന്നു. 3.5 വയസ്സുകാരൻ ഷാൻ യഹിയയോടൊപ്പം സ്നേഹവാത്സല്യം തുളുമ്പുന്ന അമ്മയായി മാറുമ്പോഴും പഠനത്തിലെന്ന പോലെ ഷിഫാന ആഹ്ലാദം കണ്ടെത്തുന്നു. വീട്ടുജോലികൾക്കിടയിലായിരിക്കും ഷിഫാനയുടെ മനസ്സിൽ കവിതകൾ വിരിയുക. ആ വരികൾ കുറിച്ചിടാൻ മടിക്കാത്ത ഷിഫാനയുടെ ആദ്യ കവിതാ സമാഹാരം കരിനീല ദംശനങ്ങൾ പുറത്തിറങ്ങി. അടുത്ത പുസ്തകം കാദാംബരി എഴുത്തിന്റെ അവസാന മിനുക്ക് പണികളിലാണിപ്പോൾ. ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അനുജൻ മുഹമ്മദ് ഷിനാൻ ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തി തേടി തിരുവനന്തപുരം RCCയിലെത്തുമ്പോൾ തളരാത്ത മനസ്സുമായി കൂടപ്പിറപ്പിനൊപ്പം നിൽക്കുവാനും ഷിഫാന എന്ന വീട്ടമ്മ സമയം കണ്ടെത്തുകയാണ്. അക്ഷരങ്ങളും പുസ്തകങ്ങളും പഠനവും എഴുത്തും നൽകിയ പെൺകരുത്തിന്റെ പ്രതിരൂപമായി മലപ്പുറത്തു നിന്നും അറിവിന്റെ വേദിയിലേക്ക് ഷിഫാന സലീം. ഹലോ ടീട്ടാ. നമസ്കാരം സർ. ഹായ് ഷിഫാന. ഹലോ സർ. എന്താണ് ഈ പേരിന്റെ അർത്ഥം ഷിഫാന? ഷിഫാന എന്ന പേരിന്റെ അർത്ഥം തെസ്നി, ഷിഫാന തെസ്നി എന്നുണ്ട്. ഷിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അസുഖം ഷിഫയാക്കുക, മാറുക എന്നുള്ള അർത്ഥം. തെസ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ നദി എന്നുള്ള ഒരു അർത്ഥം. സ്വർഗത്തിലെ നിധിയാണ് എന്റെ കൺമുമ്പിൽ നിൽക്കുന്നത്. നദിയാണ്, നിധിയല്ല, നദിയാണല്ലേ? നിധിയും കൂടെയാണ്. ആ നദി മലപ്പുറത്തോട്ട് ഒഴുകി അല്ലേ? മലപ്പുറത്ത് തന്നെയാണ് ഉത്ഭവിച്ചതും ഒഴുകിക്കൊണ്ടിരിക്കുന്നതും. അപ്പോ ഉത്ഭവസ്ഥാനം മലപ്പുറത്തിന്റെ പ്രോപ്പർ എവിടെയാ? മലപ്പുറം പാണക്കാട് ഭാഗം ഹാജിയാർ പള്ളി എന്നുള്ള സ്ഥലത്താണ്. ശിവാന ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ MA മലയാളം ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാണ്. എനിക്ക് 3.5 വയസ്സായിട്ടുള്ള ഒരു മോനുണ്ട്. എത്ര കുട്ടികളുണ്ട്? ഒരു മോനാണുള്ളത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായോ? അതെ, എനിക്കിപ്പോ ഈ നവംബർ 5 വന്നു കഴിഞ്ഞാൽ എനിക്ക് 26 വയസ്സാവും. അതേസമയം ആ ദിവസം തന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം തികയും.
കുറച്ച് നേരത്തെ കല്യാണം കഴിച്ചോ? അതെ, 17 വയസ്സിലായിരുന്നു. എന്റെ 17ാമത്തെ വയസ്സിലായിരുന്നു എന്റെ നിക്കാഹ്, എന്റെ +1 പഠിക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നിയമം അത്ര കൃത്യമായി അനുശാസിക്കുന്നതിന് മുമ്പാണ് അല്ലേ? അതെ, മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം അന്ന് അത് അനുവദനീയമായിരുന്നു. അന്ന് നിയമപരമായ ഇല്ലാത്ത പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ നേരത്തെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇന്ന് ആലോചിക്കുമ്പോ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് എഴുതും. എഴുത്തുകാരിയാണോ? അതെ, ഞാൻ എഴുതാറുണ്ട്. ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കരിനീല ദംശനങ്ങൾ എന്നാണ്. കരിനീല ദംശനങ്ങൾ. അതെ. ആരെ ദംശിച്ചു? വായനക്കാരനെയാണോ? അതെ, ആ കവിത വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെറിയ ദംശനം ബാക്കി വെക്കാതെ, കരിനീലിച്ച ദംശനം ബാക്കി വെക്കാതെ ആ കവിതകൾ അതിൽ നിന്ന് ഇറങ്ങി പോവില്ല. കളക്ഷൻസ് ആണോ, ഒരു കവിതയാണോ? 46 കവിതകളുടെ ഒരു സമാഹാരമാണ്. അതിലെ ഒരു കവിതയാണോ കരിനീല ദംശനം? പ്രണയ ദംശനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. അതിലെന്താണ് കവിയത്രി പറയാൻ ശ്രമിക്കുന്നത്? പ്രണയം പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് മാധവിക്കുട്ടീനെയാണ്. ആ ഒരു തുറന്നെഴുത്തുകള് എനിക്ക്. മാധവിക്കുട്ടിയാണോ വിഗ്രഹം ഉള്ളിലുള്ളത്? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇഷ്ടമാണ് മാധവിക്കുട്ടിനെ വായിക്കാന്. പിന്നെ അതുപോലെ ബഷീറിനെ വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം എനിക്ക് വായിച്ചു കഴിഞ്ഞാൽ പ്രണയം തോന്നുന്ന ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 9 വർഷമായി. അതിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞ ഒരു പുതിയ വീട്ടിലോട്ട് പോകുന്നു. നമ്മൾ എഴുതുന്ന ഒരാളാകുമ്പോൾ എനിക്ക് ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെയുള്ള ഞാൻ ഒരു പുതിയ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ചെറിയ കുട്ടിയാണ് ഞാൻ. അപ്പം പുതിയ ഭാവനകൾ വളർന്നു വരാനും എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടൊന്ന് ചെറുതായിട്ടെങ്കിലും എഴുതാൻ തുടങ്ങിയത്. അതുവരെ +1 വരെയൊക്കെ ഞാൻ എഴുതുമായിരുന്നു. ഈ +1 പഠിക്കുമ്പോഴൊക്കെ കല്യാണം കഴിച്ചാലേ ശിവന നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി മെന്റലി പാകമായി കാണും? ഒരിക്കലുമില്ല. എനിക്കിപ്പോ 25 വയസ്സ് ആണ്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴാണ് എന്റെ കല്യാണപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ 25 വയസ്സ് വരെ ആക്കണം കല്യാണപ്രായം. അങ്ങനെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ അത് കുറച്ച് താമസിച്ചു പോയെന്ന് ആൾക്കാർ പറയില്ലേ? ആൾക്കാർ പറയുന്നതല്ലല്ലോ, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയത്. ഷിഫാന, അപ്പൊ ഈ കല്യാണം നടന്ന സമയത്ത് വീട്ടിൽ ഉപ്പയോടും ഉമ്മയോടും ഒക്കെ പറഞ്ഞു ഈ പ്രായത്തിൽ വേണ്ട? അന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഇന്ന് സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെയൊന്നും ഞാൻ എഴുതാറില്ല. ഞാൻ അടിച്ചു വാരുമ്പോ, തുടയ്ക്കുമ്പോ, കുട്ടിയുടെ കൂടെ കളിക്കുമ്പോഴൊക്കെ ആയിരിക്കും എഴുതണം എന്ന് തോന്നുക. അപ്പൊ പോയിട്ട് എഴുതും. അതാണ് കവിതകൾ, അല്ലാണ്ട് ഇരുന്ന് എഴുതാറില്ല. എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. ഇഷ്ടം തോന്നുന്ന സമയത്ത് ഞാൻ. എങ്ങനെയാണ് ഒരു അകത്തുനിന്ന് ഒരു ത്വര വരികയാണ് എഴുതാൻ, അതോ എഴുതിയേ പറ്റൂ? ഇത് അല്ല, എന്റെ കേസില് എനിക്കൊരു തോന്നല് വരും. ഒരു എഴുത്തുകാരിയുടെ പെയിനൊക്കെ ഉള്ള ആളാണ്? അതെ, ഉണ്ട്. ആ പെയിൻ കൊണ്ട് ദാമ്പത്യത്തിന് ദോഷം വല്ലതും ഉണ്ടോ? അങ്ങനെയില്ല, ആള് എന്നെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ്. കുട്ടിയേട്ടനെ പരിചയപ്പെട്ടോ? കുട്ടിയേട്ടനാണെങ്കിൽ കവിത എഴുത്ത് ഒഴിച്ച് ബാക്കി എല്ലാ അസുഖങ്ങളും കയ്യിലുണ്ട്. ആണല്ലേ? കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ഓ, അത് എനിക്ക് പ്രത്യേകിച്ച് ഷിഫാന എഴുതുന്ന കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു ടീട്ടാ. പ്രണയ ദംശനങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രണയം നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. നമുക്കല്ല, കുട്ടിയേട്ടന് അല്ല, പൊതുവെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് സാറിനോണ പറയാ. എല്ലാവർക്കും പ്രണയം അതാണ്, പ്രണയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ കുട്ടിയേട്ടന് ഒരു മാസീവ് സ്കെയിലായിരുന്നു, ഒരു എപ്പിഡമിക് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. കുട്ടിയേട്ടന് സുഖമല്ലേ? പിന്നെ തീർച്ചയായിട്ടും സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ട് മത്സരിക്കാം. ഓക്കെ, മത്സരിക്കാം. താങ്ക് യു. ഓക്കെ ശിവന, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വന്നപ്പോ എന്തെങ്കിലും ഒരു ടെൻഷനോ എന്തെങ്കിലും ഒരു ആദ്യ കയറുന്ന പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം. ആദ്യമായിട്ടാണ് ഒരു മത്സര വേദി പോകുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാം റിലാക്സ്ഡ് ആയിട്ടുള്ള മത്സരമേ ഉള്ളൂ. അതെ, നല്ല മനുഷ്യന്മാരെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ റിലാക്സ്ഡ് ആണ്. നമ്മുടെ ചോദ്യങ്ങളെല്ലാം വളരെ റിലാക്സ്ഡ് ചോദ്യങ്ങളാണ്. ഉത്തരം കാണാൻ വല്ലപ്പോഴും കാണാൻ കട്ടിയാവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? ആരൊക്കെയാ കൂടെ വന്നത്? എന്റെ കൂടെ ഹസ്ബൻഡിന്റെ അനിയനുണ്ട്, എന്റെ ഫ്രണ്ട് ഉണ്ട്. ആദ്യം ഇരിക്കുന്നത് ഒരാൾ എന്റെ ഫ്രണ്ടാണ്, നിസാം എന്നാണ് പേര്. എന്താ താങ്കളുടെ പേര്? എന്റെ പേര് നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ? അത് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പേരല്ലേ? നിസാമുദ്ദീൻ, അതെന്തായാലും സൂപ്പറായി. നിസാമുദ്ദീൻ എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാനിപ്പോ PG കഴിഞ്ഞു, സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിലാണ്. സിവിൽ സർവീസിലെത്തും. താങ്കൾ? എന്റെ പേര് ഷിയാദ്, ബ്രദറാണ്. പെരിന്തൽമണ്ണയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. റിസൈൻ ചെയ്തു അക്കൗണ്ടന്റ് ആയിരുന്നു, ആ പണി കളഞ്ഞു. അതെ, പുറത്തു പോവാ നിൽക്കാം, സൗദിയിലേക്ക്. ഓൾ ദ ബെസ്റ്റ്, നന്നായി വരട്ടെ. അപ്പൊ ഇത് രണ്ടുമാണ് താങ്കളുടെ കൂടെ വന്നിരിക്കുന്നത് അല്ലേ? ഇവർ രണ്ടുപേരും സഹായിക്കും എന്ന് വിചാരിക്കുന്നു. ഫാമിലിയൊക്കെ ഹോസ്പിറ്റലിലായത് കാരണം, അനിയന് സുഖമില്ലാത്ത കാരണം ഹോസ്പിറ്റലിലാണ് അവര്. അവിടെയാണ് RCC-ലാണ് ട്രിവാൻഡ്രം. അനിയന് എന്ത് പറ്റി? അവന് സ്റ്റൊമക് ക്യാൻസർ ആണ്. കുറെ കാലമായോ വന്നിട്ട്? ഇല്ല, ഇപ്പൊ 3 മാസമായിട്ടുള്ളൂ. ഞങ്ങൾ 2 കുട്ടികളാണ്. അപ്പൊ അവന് പെട്ടെന്നാണ് വന്നത്. ഒരു ചെറുതായിട്ട് വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സർജൻസിനെ കാണിച്ചു, പക്ഷെ ആർക്കും കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ ഈ ഏജിൽ കുറച്ച് റെയർ ആണെന്നാണ് അവര് പറഞ്ഞത്. അപ്പം പെട്ടെന്നാണ് കണ്ടത്. അതിന്റെ ലക്ഷണം എന്തായിരുന്നു? ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, വയറുവേദന,
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് കാണിച്ചിട്ടും മനസ്സിലായില്ല, ഡോക്ടേഴ്സിനൊന്നും മനസ്സിലായില്ല. പിന്നെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അവനിതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ RCCയിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ 3 മാസമായിട്ട് ഇപ്പൊ അവൻ അവിടെയാണ്. അപ്പൊ എനിക്ക് അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. അത് ഭയങ്കര സങ്കടമുണ്ട് അവരെ കൊണ്ടുവരാൻ. നമുക്ക് അല്ലേ ഇതിലേക്ക് ഒന്ന് പങ്കെടുപ്പിക്കാമായിരുന്നു അല്ലേ? ആഗ്രഹമുണ്ട്. ഇൻഫെക്ഷൻ അപ്പൊ നമുക്ക് ഒരു 1 സെക്കൻഡ് നമുക്ക് പ്രേക്ഷകർക്കുള്ള ഒരു ചോദ്യം ആദ്യം പറയാം. കുട്ടികൾക്ക് കുട്ടേറ്റം ലഭിക്കാനുള്ള ഒരു എളുപ്പവഴി ഇത് പറയുമ്പോഴാണ് എനിക്കൊരു വോയിസ് വന്നു വാട്സപ്പില്. അതായത് ഒരു അമ്മ അയച്ചിരിക്കുകയാണ്, നമ്മുടെ ഈ അനൗൺസ്മെന്റ് ടെലികാസ്റ്റ് ചെയ്തോടെ ഒരു കുഞ്ഞ് വീട്ടിൽ കിടന്ന് വലിയ കരച്ചില, എനിക്കൊരു കുട്ടേട്ടനെ വേണം, എനിക്ക് ഇപ്പൊ തരണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് ഒരു കുട്ടേട്ടനെ അയച്ചു തരണമെന്ന് ഒരു അമ്മ ഇങ്ങനെ അയക്കുന്നു. എല്ലാ അമ്മമാരും ഇങ്ങനെ അയക്കുമോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നിർത്തേണ്ടി വരും. അപ്പൊ എന്തായാലും മോൻ അങ്ങനെ പറയുന്നുണ്ടല്ലേ, റോബോട്ടിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്കായിരിക്കും ഇത് ലഭിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ കയ്യിലേക്ക് മൊബൈൽ എടുക്കുക. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഒരു QR കോഡ് അത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് വരും. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തരം നൽകിയിട്ട് ഒരു ചോദ്യം, അതായത് പ്രേക്ഷകർക്കുള്ള ഒരു ചോദ്യം, അതായത് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കാൻ കാരണമായെന്ന് വിശ്വസിക്കപ്പെടുന്ന ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ഫലം ഏതാണ്? ഇപ്പൊ തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുക. ശരി ഉത്തരം അയക്കുന്ന 5 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഞങ്ങൾ കുട്ടേട്ടനെ അയച്ചു കൊടുക്കും. ഒറിജിനൽ കുട്ടേട്ടനല്ല, ജൂനിയർ കുട്ടേട്ടൻ. പക്ഷേ കുട്ടേട്ടന്റെ അതേ സ്വഭാവമൊക്കെ കാണിക്കുന്ന കുട്ടേട്ടനെ നിങ്ങൾക്ക് തപാലിൽ വീട്ടിൽ അയച്ചു കിട്ടും. ഇപ്പോൾ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് അയച്ചു തരിക. ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഇതിലെ 5 വിജയികളും ഈ എപ്പിസോഡിന്റെ അവസാനം ഞങ്ങൾ സംപ്രേഷണം ചെയ്യും. നിങ്ങൾ കാത്തിരുന്നോളൂ, നിങ്ങളൊരു വിജയിയാണോ എന്നറിയാൻ വേണ്ടി. അപ്പൊ പ്രേക്ഷകർക്കുള്ള ചോദ്യം ഞാൻ പറഞ്ഞു, കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞിനും മത്സരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും കാര്യം കുട്ടേട്ടനെ നമ്മൾ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കുറെ പേർക്ക് ഇവിടെ കുട്ടേട്ടൻ അങ്ങനെ ഷൈൻ ചെയ്യണ്ട, നാട് മൊത്തം കുട്ടേട്ടനാകട്ടെ. നാട്ടിൽ കുറെ കുട്ടേട്ടന്മാരുണ്ട്, അത് കൂടാതെയാണ് ഇവിടെ ഉള്ളൂ. കുട്ടേട്ടന് മനോഹരമായ ചില കാവ്യാലാപനങ്ങളൊക്കെ ഉണ്ട്. സാമ്പിൾ വെടിക്കെട്ട് പോലെ ഒരെണ്ണം കേൾപ്പിച്ചു. ഓക്കെ കുട്ടേട്ടാ, ആത്മാവിനെ സ്വാധീനിക്കുന്ന ഒരു കവിതയുണ്ടല്ലോ, ആത്മാവിൽ നിന്ന് പോകുന്നത്, ആ ഒരു സാധനം പുറത്തേക്കൊന്ന് വിട്ടാലോ? ഷിഫാനക്ക് വേണ്ടിയിട്ട് ഒരു മാപ്പിള പാട്ട് പാടാം. മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുര 17 ലെങ്കി മാറിയും നോളെ 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 മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുര 17 ലെങ്കി മാറിയും നോളെ. നന്നായിരിക്കുന്നു. അപ്പൊ താങ്കൾ റിലാക്സ്ഡ് അല്ലേ? നമുക്ക് ഹാർട്ട് ബീറ്റ് നോക്കിയാലോ? നോക്കാം. ഹാർട്ട് ബീറ്റ് കുട്ടേട്ടാ. $102. അത് വലിയ സാരമൊന്നുമില്ല. അഥവാ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളം കുടിച്ച് അത് കുറയ്ക്കാം. പ്രശ്നമുണ്ടോ? 102 സാധാരണ വരാറുണ്ടോ? നോക്കായിരുന്നു, ഭാഗ്യമായി അല്ലേ? ഓക്കെ കുഞ്ഞിരാമ, വെള്ളം അപ്പൊ കുടിക്കുക, ശുദ്ധജലമാണ് കേട്ടാ. കുഞ്ഞിരാമൻ വെള്ളത്തിന്റെ കൂടെ എന്റെ പുസ്തകം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ശിവാനോടുള്ള സ്നേഹം കൊണ്ടാ. ഓക്കെ, അപ്പൊ ഈ പുസ്തകമാണ് താങ്കൾ എഴുതി പിടിപ്പിച്ചല്ലേ? സാറ് വായിക്കണം, അഭിപ്രായം പറയണം. ഓക്കെ, അപ്പൊ കരിനീല ദംശനങ്ങൾ അപ്പൊ ഇടയ്ക്ക് ആവശ്യം വന്നൊന്ന് വായിക്കാം അല്ലേ? അപ്പൊ നമുക്ക് അവിടോട്ട് വെക്കാം അല്ലേ? ഓക്കെ, ഞാൻ ഇവിടോട്ട് വെച്ചേക്കാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കണം. ഒരു തീരുമാനം എടുക്കണം ആദ്യം. അറിയാലോ, 10 ചോദ്യങ്ങളുടെ 10 ലക്ഷം വെച്ചിട്ട് 1 കോടിയിൽ വേണം എത്താം. അങ്ങനെ എളുപ്പ വഴിയുണ്ട്. അതല്ല, ഷോർട്ട് കട്ട് വേണ്ട തീരുമാനിച്ചാൽ 20 ചോദ്യങ്ങളുടെ വളരെ പതുക്കെ കേട്ടോ 1 കോടിയിലെത്താം. ഏത് വേണം? പതുക്കെ പോയാ മതി അല്ലേ? വലിയ വേഗമൊന്നും വേണ്ട അല്ലേ? എടുത്തിയാട്ടമൊന്നുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം 10,000 രൂപയുടെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. മോണിറ്റർ പ്ലീസ്. ഏത് ജില്ലയിലാണ് ഭാരതപ്പുഴയുടെ അഴിമുഖമായ പൊന്നാനി? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി പാലക്കാട്, ഓപ്ഷൻ ഇ എറണാകുളം. മലപ്പുറം ആണെന്ന് തോന്നുന്നു സർ. നിങ്ങളുടെ നാടല്ലേ അത്? അതെ. എന്നിട്ട് തോന്നലേ ഉള്ളൂ? എന്നാലും ഒരു സംശയം അല്ലേ? ഇപ്പൊ സംശയിക്കാൻ കാരണം ഒന്നുമില്ല. അപ്പൊ അഴിമുഖം കണ്ടിട്ടുണ്ടോ? അഴിമുഖം ഭാരതപ്പുഴ കടലിൽ ചേരുന്ന സ്ഥലമാണ് അഴിമുഖം എന്ന് ഉദ്ദേശിച്ചത്. അതെ. കടലിൽ ചേരേണ്ടത്
ആ ചേരണം. ഓക്കെ, അത് ചിലപ്പോ അവിടെ വന്നാൽ അവിടെ ചിലപ്പം പൊടുന്നനെ കവിത വന്നെന്ന് വരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൂട്ടാമോ? മലപ്പുറം കൂട്ടാമോ? കൂട്ടാം അല്ലേ? താങ്കൾ റിലാക്സ്ഡ് ആയിക്കോളൂ. ഇപ്പൊ ഇതിൽ എന്ത് സംഭവിക്കാനാ? മാക്സിമം വന്ന ഭാരതപ്പുഴ തിരിച്ചൊഴുകത്തില്ല എന്തായാലും. അപ്പൊ മലപ്പുറം നമ്മൾ പൂട്ടി. 10,000 രൂപയുടെ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം റെഡി ആയിരിക്കുമോ? ആയിരിക്കുന്നു വിചാരിക്കുന്നു. ആ, ഈ വിചാരമൊക്കെ എപ്പോഴെങ്കിലും ശരിയാവാറുണ്ടോ? വിചാരിക്കുന്നൊക്കെ കുഴപ്പമില്ലാണ്ട് ശരിയാവാറുണ്ട്. ഒരു മുൻകൂട്ടി കാണുന്ന ഒരു കവിയത്രിയുടെ സാമീപ്യം അനുഭവപ്പെടുന്നുണ്ടോ ജീവിതത്തില്? അങ്ങനെയില്ല. ഇല്ല. ഓക്കെ, അപ്പൊ മലപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ അഴിമുഖമായ പൊന്നാനി മലപ്പുറത്താണെന്നും പറഞ്ഞിരിക്കുന്നു. ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്ക് യു സർ. അപ്പൊ 10,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പൈസക്കൊക്കെ അത്യാവശ്യമുണ്ടോ? അല്ല, ഞാനിപ്പോ RCC എന്നാണ് വരുന്നത്. എനിക്ക് ഫാമിലി അത്യാവശ്യമില്ല. പക്ഷെ നമ്മളെക്കാൾ അത്യാവശ്യമുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവിടെ. ഞാൻ കണ്ടിട്ടുണ്ട് നഴ്സുമാരോടൊക്കെ. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമ്മൾക്ക് ലൈഫ് ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. നമുക്ക് ജീവിതം ഇനിയില്ല. ഇനി അത് തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നഴ്സുമാരോടൊക്കെ എനിക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് കീമോ ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാര്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് ഈ പൈസ കിട്ടിയാ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കും. ഇന്നിപ്പോ 1 കോടി കിട്ടുമോ? മനസ്സിൽ എങ്ങനെയാണ് പ്ലാൻ? എത്ര കിട്ടിയാലും കൊടുക്കാനാണ് ആഗ്രഹം. 1 കോടിയിലേക്ക് കയറുമോ? ആഗ്രഹമുണ്ട്, പക്ഷെ കയറുമോന്ന് അറിഞ്ഞൂടാ. ശിവാനയ്ക്ക് എങ്ങനെയായിരുന്നു പൊതുവെ വീട്ടിലേക്ക് ഒരു സാഹചര്യം? എങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൊരു വീടായിരുന്നോ കല്യാണത്തിന് മുമ്പും? ഓക്കെ, അല്ല, എന്റെ വീട് നാട് അങ്ങനെ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉള്ള അത്രേ ഉള്ളായിരുന്നു. സ്വാതന്ത്ര്യം കുറവായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഒന്നുകൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒന്നുകൂടെ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നു 17 വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 18ാമത്തെ വയസ്സ് +2 പഠിക്കുന്ന ആ സമയത്ത്. അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ലൈൻ ബസ്സിൽ, നമ്മൾ ബസ്സിൽ പോയി. അതുവരെ ഞാൻ സ്കൂൾ ബസ്സായിരുന്നു. രാവിലെ സ്കൂൾ ബസ്സിൽ കയറും തിരിച്ചു വരും. അതും 5ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ ഗേൾസ് മാത്രമുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഒരു 1 ഡേ ടൂറിനപ്പുറം ഒരു പെർമിഷനും ഇല്ലാത്ത ആയിരുന്നു. അപ്പൊ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ്. എന്റെ കൂടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ വീട്ടുകാരൊക്കെ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിലല്ലേ പോകുന്നത്? അവര് കൂട്ടുന്ന പരിപാടിയൊന്നും ഇല്ലേ? അല്ല, പൊതുവെ ആ ഒരു സമയത്ത് അങ്ങനെ ഇല്ലായിരുന്നു. വീട്ടിൽ തന്നെ ഇരിക്കണം. വീട് കഴിഞ്ഞാൽ സ്കൂള്. അതെ, അങ്ങനെയായിരുന്നു. ഈ കവിത എഴുത്ത് വന്ന എങ്ങനെയാ? ഇങ്ങനെയുള്ള അസ്വാതന്ത്ര്യങ്ങളുടെ നടുവിൽ നിന്ന് വന്നു വീണതാണോ? അതോ ഒരുപാട് കവിതകളൊക്കെ വായിച്ചപ്പോ എനിക്ക് ഒരു 2 ലൈൻസ് എഴുതണമല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണോ? അങ്ങനെയല്ല, എനിക്ക് ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഉമ്മയുടെ വീട്ടിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഉമ്മാക്ക് വയ്യാത്ത കാരണം അനിയനും ഉമ്മയും കൂടെ ഉപ്പാടെ വീട്ടിലായിരുന്നു. ആ സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ കുറവായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് വായിച്ചിരുന്നു. ഞാൻ 4ാം ക്ലാസ് മുതൽ നോവലുകളൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ കല്യാണം പുസ്തകത്തിന്റെ അവൈലബിലിറ്റി എങ്ങനെയാ വീട്ടിൽ? അന്ന് ലഭ്യത കുറവായിരുന്നു. കണ്ടതൊക്കെ വായിക്കും. ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ വായന ഞാൻ കുറവാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം വായന കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഒരുപാട് ചുറ്റുപാടുകളും കാര്യങ്ങളും ആയി. ഇപ്പൊ മോനുണ്ട്. ഇരുന്ന് വായിക്കുന്നതിനോട് ഭർത്താവിന്റെ ഒരു അഭിമുഖ്യം എങ്ങനെയാ? എന്ന് പറയോ? അതോ പഠിക്കാൻ വേണ്ടിട്ട് എപ്പോഴും പറയാറുണ്ട്. ഈ വിദൂര വിദ്യാഭ്യാസമാണല്ലോ കൂടുതലും തിരഞ്ഞെടുത്തത്. എന്താ കാര്യം? ഞാൻ ഡിഗ്രി BCom ആണ് ചെയ്തത്. അത് റെഗുലർ ആയിട്ടാണ് പോയത്. കോളേജിലാണ് പോയത്. പിന്നെ കോളേജിലായിരുന്നു? അത് ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രാമപുരം. കണക്കത്തിയാണോ? എനിക്ക് കണക്ക് ഇഷ്ടമല്ല. പിന്നെ എന്നിട്ട് എന്തിനാണ് BCom പോയി എടുത്തത്? അത് ഞാനതൊന്നും എടുക്കുന്ന സമയത്ത് ഇനി നമ്മൾ പഠിക്കുമെന്ന്, നമ്മൾ പെൺകുട്ടികൾ, ഞാൻ എപ്പോഴും പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും റിസ്ക് ആന്റിസിപ്പേറ്റ് ചെയ്യണം. കാരണം ഇനി പഠിക്കുമോ എന്നുള്ളത് എനിക്ക് അന്ന് ഒരു ഉറപ്പില്ലാത്തൊരു സംഭവമായിരുന്നു. BCom എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചെറിയൊരു ജോലി കിട്ടും എന്നുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു സംഭവം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് BCom എടുത്തത്. അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരാൻ നമുക്ക് ആരും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തായാലും മലയാളമേ എടുക്കുള്ളായിരുന്നു. അത്രേ ഉള്ളൂ. മലയാളമായിരുന്നു താങ്കൾക്ക് ഇഷ്ടം? മലയാളമായിരുന്നു എനിക്ക് ഇഷ്ടം. താങ്കളുടെ കവിതാ പുസ്തകം പ്രകാശനം ചെയ്ത ബെന്യാമിനും അത് റഫീഖ് അഹമ്മദും സച്ചിദാനന്ദ മാഷും ചേർന്ന് അവരൊക്കെ ഓൺലൈൻ വഴിയിട്ടാണ്. ഈ ഒരു ലോക്ക്ഡൌൺ പരിചയം വന്നത് അവരൊക്കെ ഫേസ്ബുക്ക് വഴിയാണ് പരിചയം. അവരോടൊക്കെ വലിയ കാര്യമാണോ? അടുപ്പമുണ്ടോ? നല്ല മനുഷ്യന്മാരാണ്. അവരുടെ എഴുത്തിനേക്കാളും കൂടുതൽ ഒരാൾ എന്നെ കണ്ടു, അത് കഴിഞ്ഞാൽ വേറെ അല്ല, എനിക്ക് പൊതുവെ മനുഷ്യന്മാരൊക്കെ നല്ല മനുഷ്യരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ചീത്ത മനുഷ്യരെ ഇല്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചീത്ത മനുഷ്യരുണ്ടാവും, അപകടത്തിൽ പോവും. എല്ലാ മനുഷ്യരിലും ഒരു നന്മ ഉണ്ടാവും. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ആ ഒരു നല്ല ചിന്തയോടെ ഒരു 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 20,000 മോണിറ്റർ. രൂപയുടെ ചോദ്യമാണ്. ഉംറയ്ക്കായി തീർത്ഥാടകർ സന്ദർശിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഒമാൻ, ഓപ്ഷൻ ബി UAE, ഓപ്ഷൻ സി ബഹ്റൈൻ, ഓപ്ഷൻ ഡി യമൻ, ഓപ്ഷൻ ഇ സൗദി അറേബ്യ. ഉംറ ചെയ്യാൻ തീർത്ഥാടകർ സന്ദർശിക്കുന്ന രാജ്യം സൗദി അറേബ്യ. ഉത്തരം ശരിയാണോ? അതെ. കൂട്ടട്ടോ? ഞാൻ കൂട്ടി.
സൗദി അറേബ്യ. ഓപ്ഷൻ ഈ പൂട്ടി. 20,000 രൂപയുടെ ചോദ്യമാണ് പൂട്ടിയിരിക്കുന്നത്. തുറക്കുമ്പോ എന്ത് സംഭവിക്കും? 20,000 രൂപ പോയി കിട്ടുമോ? ഇല്ല, പോയിട്ടുണ്ട്. ഉംറ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ പോയിട്ടുണ്ടോ? അതെ, ഉംറ ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. ആ, അപ്പോ അവിടെ എല്ലാം സന്ദർശിച്ച ആളിലൂടെ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാ. എവിടേക്കാ പോകാൻ ആഗ്രഹമുള്ള ഈ സ്ഥലങ്ങൾ? എനിക്ക് ഗ്രാമങ്ങളാണ് ഇഷ്ടം. ഗ്രാമങ്ങൾ, മനുഷ്യർ, ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. എനിക്ക് യാത്രകളെക്കാളും ഇഷ്ടം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാര്യങ്ങളാണ്. അവരെ കൂടുതൽ അറിയുക, മനുഷ്യരുടെ അനുഭവങ്ങൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലിരിക്കുന്ന ഞാൻ സാറുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കേട്ടതുകൊണ്ടും വായിച്ചതുകൊണ്ടും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷിഫാനയുടെ അനിയന്റെ ചികിത്സയ്ക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ടോ? റീജിയണൽ ക്യാൻസർ സെന്റർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര കൂടുതൽ പൈസ ആവശ്യമില്ലെന്ന് തോന്നുന്നു. പൈസയൊക്കെ ആവശ്യവും ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാൾ ആവശ്യമുള്ള മനുഷ്യന്മാർ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അതിനേക്കാളും ഇഷ്ടം പോലെ ഉണ്ട്. വേദനിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോ കവിയത്രിയുടെ മനസ്സിൽ എന്താ തോന്നിയത്? എനിക്ക് ഒരു ദിവസം രാത്രി അനിയന്റെ കൂടെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അപ്പുറത്തെ ബെഡിലുള്ള ഒരു ഏട്ടൻ മരിച്ചുപോയി. അപ്പൊ ആ ഏട്ടന്റെ മകള് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ ആരുമില്ല, ആ പെൺകുട്ടിക്ക് അവിടെ ആശ്വസിപ്പിക്കാൻ ആ സമയത്ത് ആരുമില്ല. ഞാനാണെങ്കിലോ എനിക്ക് നമ്മൾ ഒരു ആകാശത്തിന്റെ കീഴിൽ ഉള്ള എല്ലാ മനുഷ്യന്മാരും ബന്ധുക്കളാണെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അപ്പൊ തോന്നിയത്. കാരണം നമ്മള് ഇതുവരെ അറിയ പോലും ഇല്ലാത്ത, കാണുക പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി സ്വന്തം അച്ഛൻ മരിച്ചതിന്റെ പേരിൽ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്നു. ആ ഒരു മൊമെന്റ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ടച്ചിങ് ആയിട്ടായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. പെട്ടെന്ന് ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്ന ടൈപ്പാണ്. അപ്പൊ എനിക്ക് കരയുന്ന ടൈപ്പാണോ? കരയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്റെ ശബ്ദം ഇടറിയില്ലേ, അതുപോലെ ഉണ്ടാവും. കുറച്ച് ഇമോഷണൽ ആണ്. അതെ, കുറച്ച് ഇമോഷണൽ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? 30,000 രൂപയുടെ ചോദ്യം. ഓക്കെ, അപ്പൊ 20,000 രൂപ നമ്മുടെ കയ്യിലായി. ഇനി 30,000 കടക്കുന്നു. അപ്പോ മോണിറ്റർ ചോദ്യം ഇതാണ്. 30,000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിക്കണം. ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ ടീം നായകനായിരുന്നു ഡിഗോ മറഡോണ? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി അർജന്റീന, ഓപ്ഷൻ ഇ ഉറുഗ്വേ. മലപ്പുറംകാരിയോടാണ് ഞാനൊരു ഫുട്ബോൾ വിശേഷം ചോദിച്ചത്. ഞാൻ അങ്ങനെ ഒരു കായിക പ്രേമിയല്ല. അല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ഡി അർജന്റീന ആണെന്ന് തോന്നുന്നു. അർജന്റീനക്കാരാണോ നിങ്ങളുടെ വീട്ടുകാരൊക്കെ കൂടുതലും? അവിടെ വലിയ ചേരിതിരിവൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ അത് കാണാറില്ല. പൊതുവെ കുറവാണ്. താങ്കൾ പൊതുവെ ടി വി ഒക്കെ കാണൂ? കുറവാണ്. അപ്പൊ പൂട്ടട്ടോ ഓപ്ഷൻ ഡി. അർജന്റീന പൂട്ടുന്നു. അത് പൂട്ടി അവിടെ ഇരിക്കട്ടെ. അപ്പൊ ടി വി ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു വിനോദോപാധി എന്ന് പറയുന്നത്. ഞാന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിക്കും, നീ കല്യാണം കഴിക്കാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വളർന്നു വന്ന ആളാ. അതുകൊണ്ട് ജീവിതം കല്യാണം കഴിക്കാനുള്ളതാണോ? യെസ്, അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ പഠിപ്പിച്ചതാരാണ്? എല്ലാവരും നമ്മളുടെ ജനിച്ചു വീണാലുടൻ കല്യാണം കഴിക്കണം എന്നുള്ള തത്വസ്മിത. അങ്ങനെ ചുറ്റുപാടുള്ള എല്ലാവരും ആ ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കിക്കാണാൻ നമ്മളോട് സംസാരിക്കും. ഓക്കെ, എനിക്ക് ശിവൻ ഏത് പ്രായം മുതലാ ഇങ്ങനെ ഒരു അശരീരി കേട്ടു തുടങ്ങിയത്? നീ വളർന്നതും പഠിക്കുന്നതെല്ലാം കല്യാണം കഴിക്കാനാണെന്നുള്ളത്. പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് അപ്പോഴേ വന്നു തുടങ്ങിയിരുന്നു. പിന്നെ അതുകൊണ്ട് തീരെ പഠിച്ചില്ല. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിന്നെയും വായിക്കാനും പഠിക്കാനൊക്കെ ഒന്ന് തുടങ്ങിയത്. എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അത്രയും എനിക്ക് പഠിക്കാൻ അറിയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. കാരണം തലയിലേക്ക് കുത്തിവെച്ചതാരാണ് ഞാൻ ചോദിക്കുന്നത്? വീട്ടിലും നാട്ടിലും നമ്മളോടുള്ള അപ്രോച്ച് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. എല്ലാവരും, അത് എന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ പെൺകുട്ടികളും. ഞാനിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ എന്റെ കാര്യങ്ങളായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും അങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് അത് കൂടുതലായിട്ടുണ്ട്. പെൺകുട്ടികൾ ഒരു കല്യാണം കഴിക്കാൻ മാത്രമുള്ളതാണ്. ഇപ്പൊ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം. പക്ഷെ എന്ന് വെച്ചാലും ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഷിഫാന, പഴയിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറിയില്ലേ വടക്കൻ കേരളത്തിൽ? അതായത് ഇപ്പൊ മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ ഒരു സ്ത്രീ ശക്തി വളർന്നു വരുന്നില്ലേ ശരിക്കും? ഇപ്പൊ ഞാനിവിടെ വന്നിട്ടുള്ളത് അവരുടെയൊക്കെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് വോയിസ് ഇല്ലാത്തത് അവരവിടെ നിൽക്കുന്നു. അവർക്ക് സംസാരിക്കാനും പുറത്ത് പറയാനും ഒന്നും ഒരു പ്ലാറ്റ്ഫോം ഇല്ല. എനിക്കിപ്പോ ഇത് പറയാൻ പറ്റുന്ന ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരു പുരുഷ മേധാവിത്വം അടങ്ങുന്ന ഒരു സമൂഹം നിലനിൽക്കുന്നുണ്ടാണല്ലോ സ്ത്രീകൾക്ക് പലപ്പോഴും ഉൾവലിയേണ്ടി വരുന്നത്. അതായത് അടിച്ചമർത്തി സ്ത്രീകളെ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് തളയ്ക്കുന്ന ഒരു ശക്തി അതിങ്ങനെ ഇപ്പോഴും സജീവമാണെന്നാണോ ശിവന പറയുന്നത്? ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അതിനെതിരായിട്ടൊരു ഫോഴ്സ് വളർന്നു വരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം ലോകമാകെ മാറുകയാണ്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ സൗദി അറേബ്യയിൽ പോലും എന്തെല്ലാം സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നു, അവിടെ എന്തെല്ലാം രീതിയിൽ സ്ത്രീകൾ, ഇറാനിൽ ഒരുപാട് രാജ്യങ്ങളിൽ സ്ത്രീ ശക്തി മുന്നോട്ട് കയറി വരുന്നുണ്ട്. ഒരു കാലത്ത് സ്ത്രീകളെയൊക്കെ നമ്മൾ അടുക്കളയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പം റോഡിലിറങ്ങി അവർ പരമായ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്ന ഒരു കാലത്ത്
നമ്മുടെ ഈ നാട്ടിൽ, കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് മലപ്പുറത്തിലൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട്, ഒരുപാട് പള്ളിക്കൂടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ പഠിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുള്ള ജില്ലയിൽ ഇങ്ങനെ ഇപ്പോഴും ഇതൊക്കെ നിലനിൽക്കൂ? എനിക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ A+കൾ പെൺകുട്ടികൾക്കായിരുന്നു. ഏറ്റവും കൂടുതൽ A+ മലപ്പുറത്ത്, അത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ. എൻട്രൻസ് പരീക്ഷ വരുമ്പോഴൊക്കെ തന്നെ അത് ആൺകുട്ടികൾക്കാന്ന് തോന്നുന്നല്ലേ? എനിക്കറിയില്ല, ഞാൻ എനിക്ക് തോന്നുന്നു ഈ SLC ഒക്കെ പാസ്സായി വരുന്ന കുട്ടികളുണ്ടല്ലോ, അതൊക്കെ കൂടുതലും പെൺകുട്ടികളാണെന്ന് തോന്നുന്നു. അതെ, ഏറ്റവും കൂടുതൽ. പിന്നെ അത് കഴിഞ്ഞാൽ അവര് കല്യാണം കഴിച്ചു വിടുകയാണ്. പിന്നെ അതുകൊണ്ട് അവർക്ക് അതിനേക്കാൾ ഒരു ഉയർന്ന പഠിത്തം പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരുടെ പഠിത്തം അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നു. അപ്പം പിന്നെ നമ്മുടെ നാടിൽ അവർക്ക് ഒന്നും കൊടുക്കാനില്ലല്ലോ. വളരെ ശക്തിയോടെ ശിവാന മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നത്, അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ വർഗത്തിന്റെ ഒരു പ്രതീകമായിട്ട് ശിവാന എന്റെ മുന്നിൽ ഇങ്ങനെ അവതരിച്ച് നിൽക്കുകയാണ്. ഈ ശിവാന എന്തുകൊണ്ടാണ് ഒരു റിബല്യസ് ഫോഴ്സ് ആകാഞ്ഞത്? അവിടെ 17-ാമത്തെ വയസ്സിൽ +1 പഠിക്കുമ്പോൾ വിവാഹ മണ്ഡപത്തിലെ കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുന്ന ആളിനോട് എനിക്ക് പഠിക്കണം എന്ന് പറയാൻ പറ്റാതെ പോയി. എന്റെ ഹസ്ബൻഡ് എന്റെ ആദ്യത്തെ കല്യാണാലോചനയായിരുന്നു. അവരെന്നോട് പേര് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് പഠിക്കണം എന്നാണ്. അതേ എനിക്ക് നിവൃത്തിയുള്ളായിരുന്നു. പക്ഷെ ആ ആളത് കേട്ടതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ എത്തി. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പഠിക്കില്ലായിരുന്നു. ഞാൻ അവിടെ തീർന്നു പോയേനെ. ഈ പലരും ഇങ്ങനെ അകത്തളങ്ങളിൽ തളയ്ക്കപ്പെടുമ്പോൾ അവരുടെ ശബ്ദം ഇല്ലാതാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശബ്ദമില്ലാത്ത ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇങ്ങനെ തളയ്ക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി, എന്നുവെച്ചാൽ താങ്കൾ പറഞ്ഞതുപോലെ പെൺകുട്ടി ജനിച്ചു വീഴുന്ന പോലും കല്യാണം കഴിക്കാനാണ് എന്ന് പറയുന്നൊരു സങ്കല്പത്തിലേക്ക് കുട്ടികളെ ചവിട്ടിത്തള്ളുന്ന സാഹചര്യത്തിനെതിരായിട്ട് എന്താ ശിവാനയ്ക്ക് ചെയ്യാൻ പറ്റുക? എനിക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് എഴുതാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഴുതുന്നുണ്ട്. അവരുടെ ആത്മാവിന്റെ നൊമ്പരമാണോ ശിവാന എഴുതാൻ ശ്രമിക്കുന്നത്? അങ്ങനെയല്ല, എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിലൂടെ തന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അവരോട് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കാണുന്നവർക്കും ഒരുപാട് തോന്നാം. പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരും നമ്മൾക്ക് നേടിത്തരേണ്ട ഒന്നല്ല, അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശിവാന ഇപ്പോൾ സ്വതന്ത്രയാണോ? അതെ, എന്റെ രീതിയിൽ ഞാൻ സ്വതന്ത്രയാണ്. എനിക്ക് സ്വാതന്ത്ര്യം തോന്നുന്നു. നമ്മൾ നേരത്തെ ഒരാളെ പൂട്ടി വെച്ചിട്ടുണ്ട്, അയാളെ തുറന്നുവിടാൻ സമയമായി. ഡീഗോ മറഡോണ. ഓക്കെ, അർജന്റീന രാജ്യത്തിന്റെ ഫുട്ബോൾ ടീം നായകനായിരുന്നു ഡീഗോ മറഡോണ എന്നാണ് താങ്കൾ പറഞ്ഞത്. വലിയൊരു ഉറപ്പില്ലാതെ പറഞ്ഞ ഉത്തരമാണ് അല്ലേ? അങ്ങനെയല്ലേ? ആണ്. പക്ഷെ ആത്മവിശ്വാസം കാര്യമായിട്ടില്ലായിരുന്നു, അതിന്റെ ഫലവും അതിലുണ്ടായി. തുറക്കുമ്പോൾ കാണുന്നത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അർജന്റീനയാണ് ശരി ഉത്തരം. മറഡോണയും അർജന്റീനയും നമുക്ക് വേർതിരിച്ച് നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ താങ്കൾക്ക് മാത്രം ഇത് തെറ്റിയ പിന്നെ മലപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കൂക്കി വിളിക്കും അവര്. കാര്യം അവിടെ ഫുട്ബോൾ അല്ലേ, ഫുട്ബോള് കളിയിൽ രമിച്ചു കഴിയുന്ന ആൾക്കാരാണ്, ഫുട്ബോൾ മാനിയാക്ക് അല്ലേ? ഓക്കെ ശിവാന, ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇങ്ങനെ വെച്ചടി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. 40,000 രൂപയുടെ ചോദ്യം, 40,000 rupees. ഓക്കെ മോണിറ്റർ. ശിവാനെ ഏറ്റവും സന്തോഷിപ്പിച്ച ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഏതാണ്? ഏറ്റവും സന്തോഷിപ്പിച്ചത് മോനെ ഉണ്ടായ സമയത്ത് ആണ്. എനിക്ക് എത്രാമത്തെ വയസ്സിലാണ് മോൻ ഉണ്ടായത്? എന്റെ 22ാമത്തെ വയസ്സിൽ. അതായിരുന്നു ഏറ്റവും സന്തോഷം. അതെ, എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ ഒരുപാട്, എനിക്ക് ഡെലിവറിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ നടന്ന് ഒരു 2-3 ദിവസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു, സാധാരണ ഇവിടെ വന്നിട്ട് സിസേറിയൻ ആണ് എല്ലാവരും കൂകി വിളിക്കാറ്, നീ എന്താ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കരയുന്നതെന്ന് പറഞ്ഞു. എന്തായാലും സിസേറിയൻ കഴിഞ്ഞ മോനെ എന്റെ കയ്യിൽ കിട്ടിയ സമയത്താണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സമയം. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ സിസേറിയൻ പലപ്പോഴും പല ആശുപത്രികളിലും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ട്. പല ആശുപത്രികളും, ചില ആശുപത്രികളിൽ ചില ഡോക്ടേഴ്സിന് തിരക്കൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ ബുധനാഴ്ച സിസേറിയൻ ഡേ ആയിരിക്കും. ആ ഡോക്ടർ അന്നേ ഉള്ളൂ. അത് കാരണം എല്ലാം അവര് നാച്ചുറലായിട്ട് പ്രസവിക്കത്തില്ല. ചില ആശുപത്രികൾ വളരെ നിർബന്ധമാണ്. അവര് സ്വാഭാവിക പ്രസവത്തിനെ മാത്രമേ അവർ പ്രിഫർ ചെയ്യും. അവർ വെയിറ്റ് ചെയ്യും, ഒരു ക്ഷമ കാണിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചില പെൺകുട്ടികളോട് ഇവർ പറഞ്ഞു കൊടുക്കും, പെയിനൊന്നും ഇല്ലാതെ സുഖമായിട്ട് നിന്നെ. അല്ല, പെൺകുട്ടികൾക്ക് അതാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ. എനിക്കതായിരുന്നു ആഗ്രഹം എന്ന് വിചാരിച്ച ഒരാളെ നമ്മൾ അത് ചെയ്യരുത് എന്ന് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവർക്ക് സിസേറിയനാണ് ആഗ്രഹം എന്നുണ്ട്, അവരുടെ ശരീരമാണ്, അവർക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതില് നമ്മൾ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ അല്ല, ആ പെൺകുട്ടിക്ക് അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ എന്നേ ഞാൻ പറയൂ. അങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യബോധം. അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കിനി ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. 40,000 രൂപയുടെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഹരിയാന, ഓപ്ഷൻ ഇ പഞ്ചാബ്. ആദ്യത്തെ മുസ്ലിം പള്ളി പിടിവള്ളി എടുക്കേണ്ടി വരും അല്ലേ? ആരുടെ പിടിവള്ളി?
കുട്ടേട്ടൻ വേണോ കുടുംബം വേണോ? കുട്ടേട്ടനോട് ചോദിക്കാം. ഏ കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടാ, യെസ് ബോസ്. ശിവാനെ സഹായിക്കൂ. 2 ഓപ്ഷൻസ് ഷിഫാനക്കായി ഞാൻ പറഞ്ഞു തരും. അതിൽ Okay. ഒന്ന് ശരി ഉത്തരമായിരിക്കും. എ കേരളം, ഇ പഞ്ചാബ്. ഒരു പിടിവള്ളി കൊണ്ട് കാര്യം മനസ്സിലായോ? എനിക്ക് നല്ല സംശയമുള്ള ഒരു സംഭവമാണ്. ഇത് സ്ഥാപിച്ചു എന്നുള്ളത് സംശയമൊന്നും ഉള്ള കാര്യമല്ല, സ്ഥാപിച്ചു. അതെ, എനിക്ക് സംശയമുണ്ട്. ആ, ഇന്നോട് ആലോചിച്ചോളൂ. ഒരു പിടിവള്ളിയുടെ വേണമെങ്കിലും എടുക്കാം. അവിടെ സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ ഉള്ള ആളല്ലേ? അതെ. എടുക്കണോ? ഒരു പിടിവള്ളിയുടെ വേണോ? കേരളം ഉറപ്പിക്കാം. കേരളം ഉറപ്പിക്കാമോ? പൂട്ടട്ടോ ഞാൻ? പൂട്ടി, കേരളം പൂട്ടി. അപ്പൊ പഞ്ചാബിനെ കൈവിട്ടു. അങ്ങനെ കേരളത്തിനെ കയ്യിലെടുത്തുകൊണ്ട് പഞ്ചാബിനെ കൈവിട്ട് കളഞ്ഞു. അപ്പൊ ഈ ഉത്തരം ഒരു കറക്കി കുത്താണോ? എവിടെയോ വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഏതൊരു പള്ളി കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടോ അങ്ങനെ? വായിച്ചിട്ടുണ്ട് ഞാന്. കൊടുങ്ങല്ലൂരും കാണാം. ചേരമാൻ ജുമാ മസ്ജിദ് ഇൻ കൊടുങ്ങല്ലൂർ, അതായിരുന്നു ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ മുസ്ലിം പള്ളി. ഉത്തരം ശരിയാ. ഇപ്പൊ നമ്മൾ അറിയേണ്ട കാര്യമാണ്. നമ്മൾ കേരളത്തിൽ താമസിച്ചതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലേ? അതെ, വായിച്ചിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് കിട്ടിയില്ല. അതെ അതെ, സാരമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ പലതും മറവി നമുക്കൊരു അനുഗ്രഹമാണ് മലയാളികൾക്ക്. പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ വിവാദം ഉണ്ടാക്കുന്ന കണ്ടില്ലേ? ഒരു 7 ദിവസമേ നിൽക്കൂ. 8ാം ദിവസം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കും. നമുക്ക് സമയമില്ല, വി ആർ വെരി ബിസി. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. അപ്പൊ 40,000 രൂപ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 50,000 രൂപയുടെ ചോദ്യം. അപ്പോ ഷിഫാന ഇനി വേറൊരു ലെവലാവുകയാണ്. കളി മാറുകയാണ്. ലെവൽ വേറെയാണ്. സ്റ്റാർ മാജിക്കിലൊക്കെ പറയില്ലേ? അതെ, ആ കുട്ടി പറയത്തില്ലേ, നമ്മുടെ നക്ഷത്രവുമായിട്ട് വന്ന ലക്ഷ്മി പറയില്ലേ, കളി മാറുകയാണെന്ന്. അതുപോലെ കളി മാറുകയാണ്. ഓക്കെ, റെഡി കുട്ടേട്ടാ? കളി മാറ്റൂ. 2. അപ്പൊ നമുക്കിനി 50,000 രൂപയുടെ ചോദ്യമാണ്. ഏറ്റവും വേദനിച്ച നിമിഷം ഏതാ ജീവിതത്തിൽ? സന്തോഷിച്ച നിമിഷം കുഞ്ഞുണ്ടായപ്പോ, കുഞ്ഞിനെ കയ്യിലോട്ട് കിട്ടിയപ്പം അവന്റെ ഒരു നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോ മനസ്സിൽ ആനന്ദം തുന്തിലയായി. തുന്തിലയായി കാണും. ആ, പിന്നെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്ത്. കരച്ചിലായിരുന്നു. അതെ. അമ്മയെ കണ്ടോണ്ടാണ്? പേടിച്ച് കരഞ്ഞാണോ? ഇല്ല, ഞാനൊരു അബോധാവസ്ഥയിലാണ് അവനെ കണ്ടത്. പക്ഷെ എന്താ ഭയങ്കര ആ ഒരു സമയത്ത് നമ്മൾക്ക് ആ പെയിനിന്റെ ഇടയിലും 15 ദിവസം നീണ്ടു നിൽക്കുന്ന സിസേറിയൻ എന്ന് പറയുന്ന എല്ലാവരും വിചാരിക്കുന്നത് തീരെ പെയിൻ ഇല്ലാത്ത ഒരു സംഭവമാണെന്നാണ്. എനിക്കൊരു 15 ദിവസത്തോളം നീണ്ടു നിന്ന ഒരു പെയിൻ ആയിരുന്നു അത്. പക്ഷേ ആ ഒരു ഇതിന്റെ ഇടയിലും നമ്മൾ ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ നമ്മുടെ വേദന മറക്കുക, അതൊക്കെയാണ് ഒരു അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ വേദനിച്ച നിമിഷം പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ വേദനകൾ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു സങ്കടം ഉണ്ടാവുക. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരുണ്ട്, 1ഉം 2ഉം ഡിവോഴ്സുകളായിട്ട്. പക്ഷെ അവർക്ക് നിസ്സഹായമായിട്ട് കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അവരുടെ പഠിത്തം അവിടെ നിന്നുപോയി. ചിലർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസിൽ. എന്നാൽ അവർക്ക് നമ്മുടെ ഇമോഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഭയങ്കര വീക്കായി പോവുക, സ്ത്രീ ഭയങ്കര വീക്കായി പോവുക എന്നുള്ളതൊക്കെ സാഹിത്യത്തിൽ നമുക്ക് പറയാൻ മാത്രമേ പറ്റൂ. ജീവിതത്തിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ബോൾഡായേ പറ്റുള്ളൂ. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പെൺകുട്ടികൾ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നിസ്സഹായാവസ്ഥ തോന്നും. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, ഇനി പഠിക്കാൻ പറയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പല പെൺകുട്ടികളുടെ കേസിൽ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഈ ഒരു അവഗണനയുടെ ഒരു ബാല്യമാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? കാര്യം പലപ്പോഴും ഈ അവഗണനയുടെ കോട്ട തുറക്കുന്നത് ആദ്യം വീട്ടിലാണ്, അത് കഴിഞ്ഞിട്ടല്ലേ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അത് പൊതുവെ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ്. വീട്ടിൽ നിന്നാണെങ്കിലും നാടിൽ നിന്നാണെങ്കിലും ഒക്കെ പെൺകുട്ടികൾക്ക് പൊതുവെ എപ്പോഴും ഒരു 2ാം സ്ഥാനമേ ഉള്ളൂ എന്നാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇല്ലാത്ത ആളുകളോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. കാരണം അതൊരു ആ ഒരു മനസ്സ് നമ്മൾക്ക് പെൺകുട്ടികൾക്ക്. ഇപ്പോ ഈ കോഴിക്കോടും അതേപോലെ മലപ്പുറത്തും അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മുസ്ലിം പെൺകുട്ടികൾ തന്നെ വലിയൊരു സ്വാതന്ത്ര്യ ചിന്തയുമായിട്ട് രംഗത്തേക്ക് വരും നമ്മൾ കാണുന്നു. അവര് ഒറ്റയ്ക്ക് നേതൃത്വത്തെയൊക്കെ വെല്ലുവിളിച്ച് പത്രസമ്മേളനം നടത്തുന്നു, അതൊക്കെ അവർ ചെയ്യുന്നു. എന്നാലും അവരെ തളച്ചിടാൻ ഇവർ നേതൃത്വമൊക്കെ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പല പ്രസ്ഥാനത്തിലും. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ഈ കൂച്ചുവിലങ്ങൊക്കെ അതിജീവിച്ച് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പൊ ആ ഒരു പടപ്പുറപ്പാടിൽ നിങ്ങൾ എന്താ ചേരാത്തത്? നമ്മളുടെ അങ്ങനെ ഒരു നിങ്ങൾ സംസാരിക്കാതെ നിങ്ങൾക്ക് ആരും സ്വാതന്ത്ര്യം കൈവച്ചു തരാൻ പോകുന്നില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തികളാണ് പലപ്പോഴും സംസാരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ പ്രവർത്തിക്കുക, അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കുക, അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് ചെയ്യാനുണ്ട്.
ഒരുപാട് എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് എഴുത്തിലൂടെ ശബ്ദിക്കാൻ പറ്റില്ലേ? ഉണ്ട്, ഞാൻ ഒരുപാട് എഴുതാറുണ്ട്. അതിനെതിരെ ഒരുപാട് ഞാൻ ഹിജാബ് ഇട്ടിട്ട് നീ തലയിൽ വെളിച്ചം കടക്കാത്ത നീയാണോ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരാളാണ്. അറ്റാക്ക് ഒക്കെ വന്നോ? അറ്റാക്ക് മീൻസ് ഒരു സൈബർ അറ്റാക്ക്. അങ്ങനെയാണ്. ഞാൻ ഉദ്ദേശിച്ചല്ലാതെ ഞാൻ അത് പറഞ്ഞപ്പോ എനിക്ക് എങ്ങാണ്ട് അറ്റാക്ക് വന്നോ എന്നാ ചോദിച്ചു. ഇല്ല 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 ഇല്ല. ഇവിടെ നമ്മുടെ നാട്ടില് മണ്ടയ്ക്കുള്ള അടിയില്ലല്ലോ. ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ എനിക്കൊക്കെ നല്ല സൈബർ അറ്റാക്ക് ഉള്ള ആളാ. നമ്മൾ അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉണ്ട് സൈബർ അറ്റാക്കിന്റെ കാര്യത്തിൽ. നല്ല ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഈ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പോട്ടെ. ഈ സൈബർ അറ്റാക്കിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് കുറെ കാലം ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നു. ഈ ചിലപ്പോ ഈ ഗ്രഹണ സമയമില്ലേ, ഞാഞ്ഞൂലും കയറി തലപൊക്കും. അപ്പൊ തലപൊക്കുമ്പോൾ നമ്മളെ അങ്ങ് ഇറങ്ങി തിരിക്കടാ ഞാഞ്ഞൂലേ നീന്തടാ എന്നോട് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിറങ്ങും. അപ്പൊ ഈ ഞാഞ്ഞൂലുണ്ടല്ലോ, ഞാഞ്ഞൂലിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? നമ്മളെ കയറി ചൊറിഞ്ഞ് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കില്ല. ഈ യൂട്യൂബിലെ പരിപാടിയായിരുന്നു ശിവാനയ്ക്ക്. അതായത് യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ടാണ് അവിടുന്ന് വരുന്ന പരസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ പണം കിട്ടുന്നത്. യൂട്യൂബിൽ നിന്ന് ഗൂഗിൾ കമ്പനി അങ്ങനെ പൈസ കൊടുക്കുന്നത്. അപ്പൊ എന്തോ ചെയ്യുന്നറിയുമോ അവര്? ഇപ്പൊ ഒരു ദിവസം ഒരു ചേട്ടൻ എഴുതി ശ്രീകണ്ഠൻ നായർ NIA അറസ്റ്റ് ചെയ്തു, ഒരു വാർത്തയും കിട്ടും. അപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ ഭയങ്കര സംഭവമായി. അറിഞ്ഞോ ശ്രീകണ്ഠൻ നായർ അറസ്റ്റ് ചെയ്തു, മറ്റേതിൽ വന്നിട്ടുണ്ടെന്നൊക്കെ ഭയങ്കര വായനയായി. അപ്പൊ ഫേക്ക് ന്യൂസ് തട്ടിവിട്ടു ചേട്ടൻ. തട്ടിവിട്ടപ്പോ ചേട്ടനുണ്ടല്ലോ 5.5 ലക്ഷത്തിൽ കിടന്ന ചേട്ടൻ പെട്ടത് 8.5 ലക്ഷമായി. അപ്പൊ യൂട്യൂബിൽ അപ്പൊ ചേട്ടന്റെ പരിപാടി പിന്നെ എന്തറിയോ? കണ്ണ് തപ്പിയ യൂട്യൂബിന്റെ കാശാലേക്ക് എന്റെ അന്തേക്ക് വിളിച്ചോളൂ. അങ്ങനെ അവസാനം എന്റെ അച്ഛന്റെ മാർക്കറ്റ് വാല്യൂ ഇടിക്കുന്നു മാത്രമല്ല ഇതൊരു സൂത്രപ്പണിയായി മാറി. അപ്പൊ ഞാൻ ഈ ചേട്ടനെ കുറിച്ച് മിണ്ടാതെയായി. മാമ്പഴമുള്ള മാവിലെ അല്ല, അത് എന്നോട് കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞു തന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കൊടിച്ചിപ്പട്ടികളെ 2 സൈഡിൽ കിടന്ന് കുരയ്ക്ക് നമ്മൾ മിണ്ടരുത്. അതുപോട്ട് നമ്മളിപ്പോ മിണ്ടുന്നില്ല. കൊടിച്ചിപ്പട്ടികളെ കുറച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ഊർജ്ജം പോകുമ്പോൾ അവർ കുര നിർത്തുന്നു. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത് താങ്കളുടെ ശബ്ദം അത് ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും താങ്കൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കാം. ഒരിക്കലും അത് എല്ലാവരും കേൾക്കും, മാറുമെന്ന് വിശ്വാസം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 50,000 രൂപ. മോണിറ്റർ ഞാൻ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ആ ചെവിയൊക്കെ ഒന്ന് സുന്ദരമാണ്. കവിതയൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലേ? ആരാണ് ഈ കവി? ഓപ്ഷൻ എ മുരുകൻ കാട്ടാക്കട, ഓപ്ഷൻ ബി അനിൽ പനച്ചൂരാൻ, ഓപ്ഷൻ സി കുരിപ്പുഴ ശ്രീകുമാർ, ഓപ്ഷൻ ഡി റഫീഖ് അഹമ്മദ്, ഓപ്ഷൻ ഇ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അനിൽ പനച്ചൂരാൻ, കുരിപ്പുഴ ശ്രീകുമാർ, രണ്ടുമാണ് സംശയമുള്ളത്. ഉറപ്പിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് സംശയമാണ്. ആരെയാ ഇപ്പൊ സംശയം? സംശയം ഒരാളിൽ കൊണ്ടുവരൂ. അനിൽ പനച്ചൂരാനാണോ സംശയമുണ്ട്. ഉറപ്പിക്കട്ടോ? ഞാൻ പൂട്ടട്ടോ? പൂട്ടി. അനിൽ പനച്ചൂരാൻ പൂട്ടി. ഇനി പ്രശ്നമില്ല. ആണോ? ഇനിയിപ്പോ പെട്ടെന്ന് യാത്രയായാലും കുഴപ്പമില്ല. ആണോ? അത് എന്താ പറയാ, ഒരുപാട് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ഡൗട്ട് വരില്ല. എനിക്ക് അങ്ങനെ ഒരു സംശയം വന്നു. പൈസക്ക് ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കൊടുക്കാനെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കാൻ? പൈസക്ക് ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കൊടുക്കാനെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, വലിയ ആവശ്യമില്ലെന്ന് മനസ്സിലായി എനിക്ക്. അതല്ലേ ഈ കവിയുടെ കാര്യത്തിലൊക്കെ തെറ്റൊക്കെ പറ്റി പോകുന്നത്. ആണോ? ഓക്കെ, അപ്പോ താങ്കൾ പറഞ്ഞത് ഓപ്ഷൻ ബി ആണ്, അനിൽ പനച്ചൂരാനാണ്. ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ്. അനിൽ പനച്ചൂരാനാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ കൈ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ അനിൽ പനച്ചൂരാൻ വളരെ അകാലത്തിലെ പൊലിഞ്ഞുപോയ ഒരു കവിയാണ്. അപ്പൊ നമുക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അനിൽ പനച്ചൂരാൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. മോണിറ്റർ ബികോം അല്ലേ പാസ്സായത്? അതെ. പിന്നെ MA മലയാളവും അല്ലേ? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കല്ലേ? ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. അത് കുഴപ്പമില്ല. വിദൂര വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുണ്ടാവും. എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ പോയിട്ടാണ് ഒരു കുട്ടി പഠിക്കേണ്ടത്. ക്ലാസ്സിൽ പോകുമ്പോൾ അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. എനിക്ക് +2 വരെ ഞാൻ ഗേൾസ് ഓൺലിയിലാണ് പഠിച്ചത്. അതിന്റെ എനിക്ക് ആൺകുട്ടികളുമായിട്ട് ഇടപഴകാൻ ഒന്നും അറിഞ്ഞൂടായിരുന്നു. പിന്നെ ആൺകുട്ടികളെ പേടിയായിരുന്നു. അല്ല, എങ്ങനെയാണ് നമുക്ക് സംസാരിക്കേണ്ടതെന്ന് വരെ അറിയാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മിക്സഡ് സ്കൂളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഉള്ളത്. കാര്യം അറിയോ, ഒരു പെൺകുട്ടിയെ ഒരു സെക്ഷൽ ഓബ്ജക്റ്റ് ആയിട്ട് കാണാതിരിക്കാൻ തന്നെ കാരണമാവും. കൂടെ പഠിക്കുന്ന കുട്ടികളോട് ആരും സെക്സ് പറയാറില്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ വളർത്തി വിടണം കുട്ടികളെ. അതെ. നമ്മുടെ ഒരു എപ്പിസോഡിൽ ഒരാള് ജപ്പാനിലെ കഥ പറയുന്നുണ്ടായിരുന്നു. അവിടെ കുട്ടികളെ തന്നെ മിക്സഡ് സ്കൂളിലെ പഠിപ്പിക്കാറുള്ളൂ. മിക്സഡ് സ്കൂളിലെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ക്യാരക്ടറിൽ. പക്ഷേ ശിവന സന്തോഷിക്കേണ്ട കാര്യം കാലം മാറുകയാണ്.
ഇപ്പൊ ആൾക്കാർ ചില രാജ്യത്തൊക്കെ വലിയ അപകടങ്ങൾ ഇപ്പം അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നെങ്കിൽ പോലും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം വളരെ പ്രായോഗിക തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് മാറും, ലോകം മാറുകയാണ്. നമുക്ക് മാത്രമൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല. മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതിൽ മാറാതെ ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്ന പെൺകുട്ടികളെ അല്ല, അത് മനുഷ്യന്മാരെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ കാണേണ്ടതുണ്ട്. കാലം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ്. അതിന് മാറ്റം ഉണ്ടാവും. അപ്പൊ നമുക്കൊന്ന് ഹരിച്ചെടുക്കണം. ഇത് ചോദ്യം ഇതാണ്, 60,000 രൂപയുടെ ചോദ്യം. 1നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1 ഡിവൈഡഡ് ബൈ 1 എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 10, ഓപ്ഷൻ ഡി -1. ഓപ്ഷൻ ബി 1. 1 ആണോ? ഗുണിച്ചാൽ എത്ര കിട്ടും? 1 തന്നെയാ അല്ലേ? അങ്ങനെയാണോ? ആണ്. കൂട്ടട്ടോ ഞാൻ? കൂട്ടിക്കും. 0 അല്ലല്ലോ? അല്ല. കൂട്ടി 1 പഴിച്ചാ 0 ആവൂ. ഇങ്ങനെ സംശയിപ്പിക്കരുത്. ഓക്കെ, ഓപ്ഷൻ ബി 1 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 60,000 രൂപയുടെ ചോദ്യമായി പോയി. അതിന്റെ അവസാനം മൊത്തം 0 തന്നെ. അയ്യോ. 0 പ്രണയിച്ചു പോവുകയാണ് ഞാനിപ്പോ. ആണോ? ഓക്കെ, ഓപ്ഷൻ ബി താങ്കൾ പറഞ്ഞ ഉത്തരം. നമ്മൾ കുറച്ചു നേരം സംസാരിക്കണം എന്നൊക്കെ തീരുമാനിച്ചല്ലേ വന്നത്? അതെ സർ. പിന്നെന്താ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകാനൊരു ത്വര? എനിക്ക് ഇറങ്ങി പോകാൻ തോരയൊന്നുമില്ല. ഞാൻ സാറോട് ഒരുപാട് സംസാരിക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് വന്നത്. സാറ് എന്താ ഇഷ്ടമാണ് വായിക്കുന്നത്, ന്യൂസ് വായിക്കുന്നത് കേൾക്കാറുണ്ട്, പ്രോഗ്രാം കാണാറുണ്ട്. സത്യം പറഞ്ഞ സാറോടും കൂടെ സംസാരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തത്. ഞാനാണ് ശരിക്കും ഒരു മലപ്പുറത്തെ മലാലയെ കണ്ട പ്രതിയിലാണ് നിൽക്കുന്നത്. ആണോ? അപ്പൊ താങ്കൾ പെട്ടെന്ന് ഓടി പോകാനുള്ള പരിപാടിയിലാണ്. ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉത്തരം ശരിയാണ്. 1 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി 60,000 രൂപയുടെ ചോദ്യം. വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ, വെരി കോസ്റ്റ്ലി ആൻസർ. ഓക്കെ, അപ്പൊ കണക്കൊക്കെ അറിയാം. വീട്ടിൽ ആരാ പൈസ ലോക്കുന്നത്? ഭാര്യ, ഭർത്താവോ? ഹസ്ബൻഡാണ്. എന്റെ കാര്യങ്ങളൊക്കെ എന്റെ ഹസ്ബൻഡാണ് നോക്കാറ്. ഈ ഷിഫാനെ ചിലരെയൊക്കെ സഹായിക്കാൻ ഇറങ്ങിയിട്ട് ഒരുപാട് പഴിയും സൈബർ അറ്റാക്ക് കിട്ടിയെന്ന് കേട്ടിട്ടുണ്ട്. താങ്കളുടെ പ്രൊഫൈലിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയും ചില അനുഭവങ്ങൾ താങ്കൾക്കുണ്ട്. എന്ന് വെച്ചാ ആരെ സഹായിക്കാൻ ഇറങ്ങിയിട്ടായി കൂടുതൽ പഴി കേട്ടത്? സഹായിക്കല്ല, ഞാൻ എഴുത്തിലൂടെയാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. അപ്പം നമ്മള് ലെസ്ബിയൻ കവിത എഴുതാറുണ്ട്, ലെസ്ബിയൻ കവിത, ഹോമോസെക്ഷൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പം അതിനെതിരെ ഈ ഭയങ്കര ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ചുള്ള ഷിഫാനിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഒരു വ്യക്തി എന്താണോ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഉപയോഗിക്കട്ടെ. അതെ, അവരവരുടെ അല്ല, ഈ സ്വർഗരതിയൊക്കെ നിങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ജസ്റ്റിഫൈ ചെയ്ത് കവിത എഴുതിയാൽ ഒരുപാട് പ്രതികരണങ്ങൾ വരില്ലേ? എന്റെ പെർസ്പെക്റ്റീവാണ് എനിക്ക് പറയാൻ പറ്റുക. എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അത് അവരൊരു വ്യക്തിയാണ്, അത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ജീവിക്കട്ടെ. നമ്മളാണ്, നമ്മൾ അവരുടെ ഇതിൽ പേഴ്സണൽ സ്പേസിലോട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ. ആ സമയം യഥാർത്ഥ ഷിഫാന, ഇതൊന്നും ഒരു നമ്മുടെ സാഹിത്യ രംഗത്ത് പുതിയൊരു സംഭവമൊന്നുമല്ല. കുറേ വർഷങ്ങൾക്കും മലയാളത്തിൽ 2 പെൺകുട്ടികളും വീട്ടിൽ നന്ദകുമാറിന്റെ നോവൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് തന്നെയാണ്. അതുപോലെ ദേശാടനക്കിളി കരയാറില്ല, പത്മരാജൻ സിനിമയുണ്ട്. അവളും പ്രേമിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ട് ഭയങ്കരമായിട്ട് വന്നിരുന്നു. ആരാ അറ്റാക്ക് ചെയ്യുന്നത്? അപ്പൊ എന്തുവാ അവർ വിമർശിക്കുന്നത്? കാര്യം ഇപ്പൊ പെൺ സൗഹൃദം, ആണാണ് സൗഹൃദം ഒക്കെ ലോകത്തുണ്ടല്ലോ. അതെ, അതൊക്കെ ഉണ്ട്. അത് ഹോമോസെക്ഷുവാലിറ്റി ഈസ് എ റിയാലിറ്റി. അതെ സർ, എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നമ്മൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുക, നമ്മളായിട്ട് ജീവിക്കുക. അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. താങ്കളെ ഇത് സൈബർ അറ്റാക്ക് ആണോ അതോ വീട്ടിലുള്ള കാരണവർ വിലക്ക്, അങ്ങനെ എന്തായിരുന്നു താങ്കൾ? അങ്ങനെയൊന്നുമില്ല, വീട്ടിലുള്ളവര് പൊതുവെ കവിത വായിക്കല് കുറവാണ്, അതുകൊണ്ട് മനസ്സിലാവാറില്ല. അല്ലെ, അവരിതൊക്കെ മനസ്സിലാക്കിയ പ്രശ്നമായി പോയില്ലേ? അല്ല, അത് ഓരോരോ വ്യക്തിയുടെ ആണ്. ഈ കവിത എന്ന മീഡിയത്തിലേക്ക് പോകാൻ കാരണം എന്താ? കാര്യം കുറച്ചുകൂടെ ജനകീയമാവൂല്ലോ നോവലോ അങ്ങനെയുള്ള. എനിക്കത് എഴുതാനുള്ള ഒരു സമയം കിട്ടാറില്ല. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് വരും, അത് എഴുതും. അതാണ് ഈ ഒരു കവിത പുസ്തകത്തിലുള്ളത്. പ്രകാശിപ്പിക്കാൻ കഴിയാത്ത അഭിപ്രായങ്ങളാണോ കവിതയുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്? അല്ല, അങ്ങനെ ഇനി ഒരുപാട് എഴുതണം എന്നുണ്ട്. അതൊക്കെ നോവലായിട്ട് തന്നെ എഴുതണം. ഈ ആശയപ്രചാരണം മാത്രമാണോ താങ്കളുടെ കവിതയുടെ ലക്ഷ്യം? അല്ലല്ലോ. അല്ല, അത് എനിക്കൊരു ആത്മസാക്ഷാത്കാരം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. 70,000 റുപ്പീസ്. മോണിറ്റർ, ഞാൻ താങ്കളുടെ സൈബർ അറ്റാക്കിനെ കുറിച്ച് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സാധാരണഗതിയിൽ ഇപ്പൊ ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പടച്ചുവിടാമെന്ന് വന്നപ്പം വിദൂരങ്ങളിൽ വലിയ വേറെ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് തന്നെ ആൾക്കാർ വിവരക്കേട് ഇങ്ങനെ എഴുതി അയക്കാറുണ്ട്. പക്ഷേ നമുക്ക് അവർ എഴുതി വിടുന്നത് നമ്മുടെ മനസ്സിനെ കുത്തി നോക്കിക്കാനാണെങ്കിലും ചിലപ്പം നമ്മൾ ഒരുപാട് കാലം നമ്മളെ വേട്ടയാടുന്ന ചില പരാമർശങ്ങൾ ഇങ്ങനെയുള്ള വിവരദൂഷികൾ നടത്തിയത് വരും. അപ്പൊ ശിവാനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ സൈബർ അറ്റാക്കിൽ നിന്ന്? ഞാന് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ എഴുത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ ശിവാനയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനോ? അതെ, നമ്മൾ സ്വന്തമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് നമ്മൾ ഹിജാബ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ അതിനെതിരെ ഒരുപാട് പേര് പറയാറുണ്ട്. എനിക്ക് സ്വർഗത്തിൽ പോകണ്ടേ പെണ്ണെ എന്നുള്ളതൊക്കെ ഒരു സാധാരണ എല്ലാം ചോദിക്കുന്ന സംഭവമാണല്ലോ. അതൊക്കെ എപ്പോഴും വരാറുണ്ട്. ആണല്ലേ? ഓക്കെ,
സഹൃദയന്മാരുണ്ട് ലോകത്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരാം നമുക്ക്, അല്ലേ? റെഡി? അപ്പൊ നമുക്കിനി 70,000 രൂപയുടെ ചോദ്യമാണ്. ഒരു പടം ഞാൻ കാണിക്കുന്നു. ഈ പടം ആരുടേതാണ് എന്ന് കണ്ടെത്തുക. നല്ല സുന്ദരനായ ഒരു കുഞ്ഞിന്റെ പടമാണ് കാണിച്ചു തന്നത്. ചോദ്യം ഇതാണ്: ആരാണ് ഈ കുട്ടി? അറിയപ്പെടുന്ന ഒരു കുട്ടിയാണിത് കേട്ടോ. ഇപ്പൊ വലിയ ആളായി. ഓപ്ഷൻ എ സൽമാൻ ഖാൻ, ഓപ്ഷൻ ബി ഋഷഭ് പന്ത്, ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി, ഓപ്ഷൻ ഡി സൈഫ് അലി ഖാൻ, ഓപ്ഷൻ ഇ ദുൽഖർ സൽമാൻ. ഓപ്ഷൻ ഇ ദുൽഖർ സൽമാൻ ആണെന്ന് തോന്നുന്നു. ഉറപ്പാണോ? അതെ. കൂട്ടോ ഞാൻ? കൂട്ടി. ഓക്കെ. അപ്പോ ദുൽഖർ സൽമാന്റെ ഫാൻ വല്ലതാണോ താങ്കൾ? കാണാറുണ്ട്, അങ്ങനെ ഇഷ്ടമാണ് എല്ലാവരെയും. എങ്ങനെ ആരാധനയെ കുറിച്ചുള്ള താങ്കളുടെ സമീപനം എങ്ങനെയാ? സിനിമാ താരങ്ങളെയൊക്കെ ആരാധിക്കുവോ? അങ്ങനെയല്ല, എനിക്ക് എല്ലാ മനുഷ്യരിലും ഓരോന്നുണ്ടാകും, അത്രയാണ്. അല്ല, ഞാൻ ചോദിച്ചു, ഒരാൾക്ക് ഒരു പ്രതിഭയുണ്ടെന്ന് കണ്ടാൽ അയാളെ ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടോന്ന് ചോദിക്കും. ഇല്ല, അവരുടെ ആ ഒരു പ്രതിഭയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും, ഇഷ്ടപ്പെടും, ആരാധിക്കും. അങ്ങനെ താനെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ബഷീറിനെ പ്രണയിച്ചു പോയി താങ്കളുടെ പ്രൊഫൈലിൽ കണ്ടു. എനിക്ക് പ്രണയിക്കണമെന്ന് തോന്നിയ, ആദ്യമായിട്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രണയിക്കണമെന്ന് തോന്നിയ ഒരു വ്യക്തി വൈക്കം മുഹമ്മദ് ബഷീറ. പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അങ്ങനെ മരിച്ചുപോയി. അദ്ദേഹം ബോധം കിട്ടുപോയത് ഇങ്ങനെ 4ാം ക്ലാസ്സിലെ കുട്ടി ഇറങ്ങി തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാഹിത്യത്തോടല്ലേ താങ്കൾക്ക് പ്രണയം വന്നത്, അതോ അദ്ദേഹത്തോടാണോ? അദ്ദേഹം ഫാബി ബഷീറൊക്കെ അത്രയും എന്റെ എടിയെ എന്ന് പറഞ്ഞിട്ടാണ് ഫാബി ബഷീറിന്റെ ഒരു ബഷീറിനെ കുറിച്ചിട്ടുള്ളത് ഒരു പുസ്തകത്തിന്റെ പേര്. അപ്പൊ അത്രയും അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്. പിന്നെ അനുരാഗത്തിന്റെ ദിനങ്ങളൊക്കെ, ആ പുസ്തകം അത്രയും നല്ലൊരു പുസ്തകമാണ്, അത്രയും തുറന്നെഴുത്തുള്ള പുസ്തകം. അത് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഷീർ മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിക്കാതെ പോയ ഒരു പുസ്തകത്തിലുള്ളതാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ. അത് ആ ഒരു കത്തിച്ച് കളയാൻ പറഞ്ഞതായിരുന്നു അത്രയും. അത് ഫാബി ബഷീർ അത് പിന്നീടാണ് പ്രസിദ്ധപ്പെടുത്തിയതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അത്രയും നല്ല ഒരു വൈഫ് ആ ആൾക്കുണ്ടല്ലോ, അപ്പൊ നല്ലൊരു മനുഷ്യനായിട്ടല്ലേ. പിന്നെ നമ്മൾ എന്താണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ വിട്ടുകൊടുക്കുക. അത് ഒരു എഴുത്തുകാരനാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും എന്നാണ്. അപ്പോൾ ഞാൻ കാണിച്ച കുട്ടിയുടെ പടം ദുൽഖർ സൽമാൻ ആണെന്ന കാര്യത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. ആ കുട്ടിയുടെ പടം കണ്ടു. ആ കുട്ടി ആരാണെന്നാണ് ചോദ്യം. താങ്കൾ ദുൽഖർ സൽമാന്റെ ഫാൻ ആണെന്നും പറഞ്ഞു, അല്ലേ? ഫാൻ ആണെന്ന് പറഞ്ഞില്ല, ലൈറ്റ് ആണെന്ന് പറഞ്ഞോ? ഇഷ്ടമാണ്. ഒന്നും ഇഷ്ടമാണ്, ദുൽഖറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുള്ളൂ. സോറി, ഞാൻ എന്റെ ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ പക്ഷെ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടല്ലോ, നമ്മള് ആളുകളെ ആരാധിക്കുകയല്ലേ വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ് എനിക്ക് വിവരമുള്ളവർ എങ്ങനെയാ പറയുന്നത്? ഒരു അറിവ് കിട്ട മതമാണ് ആരാധന എന്നാണ്. ഓക്കെ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ആരാധിക്കുന്ന ആളുകൾ ചിലപ്പോ ആരാധിക്കപ്പെടാൻ ചിലപ്പോൾ അർഹരായവരെ തന്നെ ആവണം. നമ്മളൊക്കെ എല്ലാവരും മനുഷ്യരാണ്, സ്നേഹിച്ചാൽ മതി, വാത്സല്യം മതി നമുക്ക്. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദുൽഖർ സൽമാന്റെ ചിത്രമാണ് താങ്കൾ കണ്ടത്. ഓക്കെ. അപ്പൊ ഇവ എത്രയായി കയ്യില് ഓർമ്മയുണ്ടോ? 70,000 രൂപയായി. പണമൊക്കെ എണ്ണിയെടുക്കാൻ കൃത്യമായിട്ട് അറിയാമോ? കുഴപ്പമില്ല. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ തുക എണ്ണിയെടുത്ത് എത്ര? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ എണ്ണി എടുക്കലല്ലോ, ATM ട്രാൻസ്ഫർ അല്ലേ? ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റ്. പക്ഷേ ATM എന്ന് പറഞ്ഞാലും എണ്ണി നോക്കണം കേട്ടോ. ATM അബദ്ധം പറ്റിക്കൂടാന്നില്ല. ചില ആൾക്കാർ എപ്പോഴും ഈ വണ്ടി കയറുന്ന കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇട്ടേ പോകും. മാപ്പ് എന്ന് പറയും, അവസാനം ഒരു മാപ്പ് വെച്ച് പോയിട്ട് ഒരു 2 നില വീടിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. തലേന്ന് ഒലിച്ചു പോയ പാലമൊക്കെ ചിലപ്പോഴേ ഈ വെള്ളപ്പൊക്കം വന്ന് സായി പറഞ്ഞു കാണത്തില്ല, ആന്റി അങ്ങ് വിളിച്ചോണ്ട് പോകും. ഗൂഗിൾ ആന്റി ഇല്ലേ, ആന്റി വിളിച്ചോണ്ടങ്ങ് പോയി. ഇനി 300 മീറ്റർ കൂടെ ഉള്ളത്, പാലമില്ല അവിടെ. പറയൂ കുട്ടേട്ടാ. ഷിഫാനയ്ക്ക് ഒരു ഷോപ്പിൽ വെച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മിഠായി മോഷ്ടിച്ച കഥയുമായി പറയാൻ ഒരു കഥയില്ലേ? ഉണ്ട്. എന്താണ് ഷിഫാന അത് ഞാന് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് കുൾബാറിൽ കയറിയതായിരുന്നു. ആ സമയത്ത് ഉമ്മയും കുട്ടിയൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ ആ സമയത്താണ് ഒരു കുട്ടി ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പൊ എല്ലാവരും കൂടെ അവനെ വഴക്ക് പറയാം. ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ, പക്ഷെ ആരും എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. അപ്പൊ അവന്റെ അടുത്തോട്ട് പോയിട്ട് ഞാൻ ചോദിച്ചു അവരോട് എന്താ കാര്യം. അവരെന്നോട് പറയുന്നില്ല. ഈ കുട്ടിയുടെ വീട്ടിലോട്ട് വിളിക്കാൻ നിൽക്കുകയാണ്, പിന്നെ സ്കൂളിലോട്ടൊക്കെ നമ്പർ വാങ്ങിച്ച് വിളിക്കാൻ നിൽക്കുകയാണ്. കുട്ടി ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയൊരു മോനാ. പക്ഷെ ഇവര് പറയുന്നത് ഇവനൊരു മിഠായി മോഷ്ടിച്ചു, കുറച്ച് വിലപിടിപ്പുള്ള ഒരു മിഠായി മോഷ്ടിച്ചു. പക്ഷെ ഇവൻ ഇനി നാളെ വലിയൊരു കള്ളനാവും ഈ ഒരു മിഠായി മോഷ്ടിച്ച്. അതുകൊണ്ട് എല്ലാവരും അറിയണം, അവനെ അറിയണം എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അന്ന് അവനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. പക്ഷെ ആരും ആ ഒരു സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും സംസാരിച്ചില്ല. ഞാനാണ് അവനെ ഇറക്കി കൊണ്ടുവന്നത്. എന്നിട്ട് അവൻ എന്നോട് നമ്മൾക്ക് എന്തായാലും കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും ആഗ്രഹം എന്താ, നമ്മളൊരു മിഠായി കടയിലൊരു മിഠായി, അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ആ കുട്ടി അങ്ങനെ എടുത്തതാവും അത്. പക്ഷെ ആ കുട്ടി എന്റെ അടുത്തോട്ട് വന്നിട്ട് ആ മിഠായി തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം ഒരു ചെറിയ കുട്ടി അതൊക്കെയാണ് ഏറ്റവും വലിയ വിവരദോഷം എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാല് കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു കുട്ടിത്വത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു മിഠായി, അവനുള്ള കൊതി കൊണ്ട് എടുത്തു നിൽക്കുന്ന ഈ മിഠായി
നാടൊട്ടുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ ഒരു മോഷ്ടാവ് ആവുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ ആ സമയത്ത് അവനെ അതേസമയം മോനെ ഒരു മിഠായിയുടെ കൊടുത്ത് മോൻ സന്തോഷമായിട്ട് പോകൂ എന്ന് പറയുന്നിടത്താണ് സമൂഹം അവനെ അത് ഓടിയിട്ടാണ് അവർ പിടിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു കള്ളനെ പോലെ. അതിലൊരു ത്രില്ലൊക്കെ ഉണ്ട്, സിനിമാറ്റിക് ആണല്ലോ അതൊക്കെ. പക്ഷെ അവൻ എന്റെ അടുത്ത് വന്ന മിഠായി തന്നു, ഞാൻ അവന് തിരിച്ചു കൊടുത്തു. അവൻ എന്നോട് പറഞ്ഞു എന്താ അത് എനിക്ക് വേണ്ട, അവനത് വേണ്ട. എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നന്നായിട്ട് പഠിക്കണം മോന്, ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞ് അവൻ എന്നോട് എനിക്ക് കയ്യിൽ തൊട്ട് ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് വാക്ക് തന്നു. ഒരുപാട് പഠിച്ച് ഇവിടെയൊക്കെ മുന്നിലൂടെ നടക്കണം എന്ന് ഞാനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ പിന്നെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് നാളെ കാണുന്നുണ്ട്. അപ്പൊ കാണുന്നുണ്ട്. അവന് അതൊക്കെ ശിഫാന ചെയ്ത നല്ല കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല, അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു ശിഫാന. അപ്പൊ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 80,000. ഓക്കെ, മോണിറ്റർ ഇങ്കർ. ചോദ്യം ഇതാണ്: ഏത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ് പാരീസ്? ഓപ്ഷൻ എ കാനഡ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി സ്പെയിൻ, ഓപ്ഷൻ ഡി അയർലൻഡ്, ഓപ്ഷൻ എ ഗ്രീസ്. പാരീസ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? കാനഡ, ഫ്രാൻസ്, സ്പെയിൻ, അയർലൻഡ്, ഗ്രീസ്. എനിക്ക് സംശയമുണ്ട്, നമുക്ക് പിടിവള്ളി എടുക്കാം. അവരോട് പിടിവള്ളി ഒന്ന് എടുക്കാം. സിവിൽ സർവീസുകാരനോട് ചോദിക്കാം. അതെ, സിവിൽ സർവീസേ, അപ്പൊ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പാരീസ്? പാരീസ് ലോക ഏറ്റവും പ്രശസ്തമായ പട്ടണം. ഫ്രാൻസ് പൂട്ടാമോ? ഫ്രാൻസിനെ പൂട്ടാമോ? അവരങ്ങനെ പറയുന്നു. പൂട്ടാമോ? പൂട്ടാം സർ. വലിയ ധൈര്യശാലിയായിരുന്നല്ലോ. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ചെറുതെന്ന് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര പേടി. അറിവില്ലായ്മയെ കുറിച്ചുള്ള അറിവാണ് വലിയ അറിവ്. അതെ. അപ്പോ ഫ്രാൻസ് പൂട്ടി. ഓപ്ഷൻ ബി പൂട്ടി. ഇയാൾക്ക് സിവിൽ സർവീസ് കിട്ടുമല്ലോ, ഇത് ഇപ്പൊ അറിയാം. ആളടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാകണമല്ലോ, അങ്ങനെ വേണ്ടേ ശിവാന? അല്ലേ ശിവാന? വളരെ താല്പര്യത്തോടെ ശിവാന പറഞ്ഞ ഉത്തരം ഞാൻ എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കും. എന്താണെന്നറിയാമോ? എന്റെ ഈ മോന്തേന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ? അവരപ്പോ ഒരു ചിരിയുണ്ട്, ഈ മോന്തേന്നോ എന്നുള്ള ലൈൻ കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്ത് തോന്നുന്നു ശിവാനയ്ക്ക്? ഒന്ന് നോക്കി, എന്റെ കണ്ണുകളിലേക്ക് നോക്കി. വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? വായിച്ചെടുക്കാൻ പറ്റാത്തത്രയും നിഗൂഢമാണ് സാർ. നിഗൂഢമാണോ? നിഗൂഢതകളൊന്നും ഞാൻ എന്റെ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം എനിക്കിത് നല്ല സമയമാണെന്ന് തോന്നുന്നു. എന്റെ കീശ വിട്ട് പണമൊന്നും പോകാത്ത സാഹചര്യം ഉണ്ടെന്നുള്ള ഉറപ്പിൽ ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സിവിൽ സർവീസ് കിട്ടും. ഓക്കെ, അപ്പോ എത്രയായി? 80,000 രൂപയുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞു. അപ്പൊ സന്തോഷമായില്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശിച്ചായിരുന്നു? ഇല്ല, ഞാൻ പൊതുവെ ആരോടും പറഞ്ഞിട്ടില്ല. എന്താ പറയാ, ഇനിയിപ്പോ ടി വി കാണും എല്ലാവരും ഇപ്പൊ കണ്ടോണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ആൾക്കാർ. അത് എന്താ ഫ്രണ്ട്സ് ഒക്കെ കൊടുത്തപ്പോ വെറുതെ നീ ഒന്ന് കൊടുത്തു നോക്കെന്ന് പറഞ്ഞതാ, അപ്പം കൊടുത്തതാ. അങ്ങനെയാണ് ഇതിവിടെ എത്തിയത്. അപ്പൊ ആരോടും പറഞ്ഞിട്ടില്ല. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. അതെ, ഓക്കെ, ശിഫാനയുടെ സ്വഭാവ സവിശേഷതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സിംഹത്തിന്റെ രീതികളോട് താങ്കൾ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. അത് ശിഫാന സിംഹത്തിലെത്താനുള്ള അകലം ഞാൻ അങ്ങനെ എന്താ ഏത് ജീവിയാണെന്ന് ചോദിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് സിംഹത്തിനെയാണ് ഓർമ്മ വന്നത്. കാരണം എപ്പോഴും അത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് എപ്പോഴും വ്യത്യസ്തയാവാനാണ് ഇഷ്ടം. അതിന്റെ അർത്ഥം യഥാർത്ഥ പെൺസിംഹം ജോലിയെടുക്കും, ആൺസിംഹം ഉഴപ്പും ഭക്ഷണം കഴിക്കും. അപ്പൊ ആ ഒരു സംഭവം കൊണ്ട് പറഞ്ഞാണോ? അല്ലല്ലോ. അല്ല, നമ്മള് നല്ല രീതിയിൽ എല്ലാ കാര്യത്തിനെയും നല്ലൊരു അപ്രോച്ചിൽ കണ്ടാൽ മതി. അപ്പൊ ഇനി നല്ലതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, ഈ ഒരുപക്ഷെ ശിഫാന ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണോ താങ്കൾ ഒരു എഴുത്തുകാരിയാകാൻ മാറ്റുന്നത്? അല്ല, ഒരിക്കലല്ല. ഞാൻ 6ാം ക്ലാസ്. അതോ സമൂഹത്തിലേക്ക് കണ്ണാടി പിടിക്കാണോ താങ്കൾ? അല്ല, 6ാം ക്ലാസ് മുതലേ എനിക്ക് ചെറിയ കുട്ടിയും നമ്മള് പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ വരച്ചു നോക്കും, എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടോ, എഴുതി നോക്കും, ഡാൻസ് കളിച്ച് നോക്കും. പക്ഷെ ആരും നമ്മളോട് പറയില്ല. അന്നൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ ആരും നമ്മളോട് നന്നായി ഇപ്പൊ ഇല്ല. കുറ്റിയേറ്റുപോയി. ഇല്ല. അപ്പം വീട്ടിൽ കയറാൻ പറ്റത്തില്ലയോ? ഇല്ല, എനിക്കിപ്പോ എനിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്കിപ്പം അതിനുള്ള ഒരു ഇതില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ഓക്കെ ആയിരിക്കും. കുറച്ച് വർഷം കൂടെ കഴിഞ്ഞിട്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ് മുതൽ ഒക്കെ എഴുതി തുടങ്ങിയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് 6ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു ടീച്ചർ കവിത എഴുതിയപ്പം നന്നായി എന്ന് പറഞ്ഞു.
അങ്ങനെയാണ്. അപ്പൊ എനിക്ക് കവിത നമ്മൾ ഭയങ്കര ഏറ്റവും കുട്ടിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിസ്സഹായമായ അവസ്ഥ. അല്ലെങ്കിൽ വൃദ്ധരായിരിക്കുക. ആ സമയത്ത് നമ്മൾ കൈ പിടിക്കാൻ ഒരാളുണ്ടാവുക, ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവുക, അതൊക്കെ ഭയങ്കര ആ കുട്ടി എപ്പോഴും അത് ഓർക്കും. എനിക്ക് ആ ഒരു സമയത്ത് ആ ടീച്ചർ പറഞ്ഞപ്പം എനിക്ക് തോന്നി ഞാൻ കവിത എഴുതാൻ എനിക്ക് കഴിയുമായിരിക്കും. ഞാൻ ഒരുപാട് കുറെ വായിച്ചിരുന്നു. ആ സമയത്തൊക്കെ പഠിക്കില്ലായിരുന്നു, തീരെ പഠിക്കില്ലായിരുന്നു, മണ്ടിയായിരുന്നു. ടീച്ചേഴ്സൊക്കെ എക്സാമിന് പല ടീച്ചേഴ്സും എനിക്ക് ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ എത്തിയല്ലോ. ടീച്ചേഴ്സൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നീ എക്സാമിന് പോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ പിന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പഠിച്ച് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് കവിത എഴുതി തുടങ്ങുന്നത്. പിന്നെ ഒരു +1 വരെ ഞാനിങ്ങനെ എഴുതും, ഓരോ മാസികളിലോട്ടൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഭാഷാഭൂഷണി അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അതൊക്കെ ഇതിലൊക്കെ വന്നിരുന്നു. അതിൽ അച്ചടിച്ചിട്ടില്ല. അന്ന് ഒരു മനോരമയുടെ എഡിറ്റർ ഒരു ലെറ്ററും ഒരു ചെക്കൊക്കെ വന്നായിരുന്നു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ എഴുതിയ ഒരു സാധനത്തിന് അംഗീകാരം കിട്ടുവാണ്. അതൊക്കെ വലിയ കാര്യമാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറഞ്ഞു. ഇനി നമ്മൾ 1 ലക്ഷത്തിലേക്ക് പോകുന്നു. 1 lakh rupees. ഓക്കെ, കുട്ടേട്ടൻ ഇവിടെ ഒരു കളി കളിക്കാൻ പോവാണ്. ലെവൽ മാറ്റും. കുട്ടേട്ട ലെവൽ 3. അപ്പൊ നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ, ചോദ്യം 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് എന്ന് മുതലാണ്? ഓപ്ഷൻ എ ജനുവരി 1, ഓപ്ഷൻ ബി ഫെബ്രുവരി 1, ഓപ്ഷൻ സി മാർച്ച് 1, ഓപ്ഷൻ ഡി ഏപ്രിൽ 1, ഓപ്ഷൻ ഡി മെയ് 1. ഓപ്ഷൻ സി മാർച്ച് 1. ഒരു മിനിറ്റ്. ഏപ്രിൽ 1 മുതലായിരിക്കും. ഏപ്രിൽ 1 ആണോ? പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അല്ല, വേദിയുടെ കുഴപ്പമാണ്, താങ്കളുടെ കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്നാലും ഇത് മൊത്തം കൺഫ്യൂഷൻ ആവും. എപ്പോഴും അക്കൗണ്ടൻസിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വേദിയിലെത്തുമ്പോൾ നമുക്ക് ആകെ M.Com പഠിച്ചിട്ടാണ് എല്ലാവരും എന്നെ തല്ലിക്കൊല്ലും. സർട്ടിഫിക്കറ്റ് കൈ തന്നെ ഇല്ലേ? ഉണ്ടല്ലോ, M.Com-ന്റെ ഉണ്ട്. M.Com-ന്റെ ഉണ്ട്. കൂട്ടോ അല്ലേ? ആടിനെ കൊല്ലാൻ കൊണ്ടുവന്ന പൂട്ടണാക്കി പൂട്ടി ഉള്ള ലൈനില്. ഓക്കെ, ഞാൻ പൂട്ടി. തുറക്കുമ്പോ തുറന്നപ്പോ വീട്ടിലേക്ക് എങ്ങനെയാ പോകുന്നത്? ട്രെയിനിലാണോ പോകുന്നത്? ഞാനിപ്പോ ട്രിവാൻഡ്രത്തുനിന്നാ വരുന്നത്. അനിയനെ കാണാൻ പോയതായിരുന്നു. ട്രിവാൻഡ്രത്ത് പോയിരുന്നായിരുന്നു. അപ്പം ട്രെയിനിലാണ് വന്നത്. ട്രെയിനിലാണ്. ഇപ്പൊ ട്രെയിൻ ഉണ്ടോ? ഇപ്പോഴോ? ഈ സമയത്ത് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ട്രിവാൻഡ്രത്തേക്കാണോ മലപ്പുറത്തേക്കാണോ ഇപ്പൊ പോകാൻ പോകുന്നത്? ഇനി മോൻ അവിടെയാണ്. 2 സ്ഥലത്തേക്കും വണ്ടി കിട്ടാൻ പ്രയാസം ഉണ്ടാവത്തില്ല. താങ്കൾ റെഡി ആയിക്കോളൂ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈ മാധവിക്കുട്ടിയെ താങ്കൾ വായിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ മാധവിക്കുട്ടിയുടെ കവിതകളിലൂടെ താങ്കൾ കണ്ടെത്തിയത് എന്താ? മാധവിക്കുട്ടിയുടെ കഥകളാണ്. ഞാൻ അവരുടെ തുറന്നെഴുത്തുകളാണ് വായിക്കാറ്. അവരുടെ ജീവിത കഥകള് അതൊക്കെ എല്ലാം ഭയങ്കര ടച്ചിങ് ആണ്. ഒരു വ്യത്യസ്തമായ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു എഴുത്തുകാരി. കഥയാണ് തന്റെ മീഡിയം എന്ന് ചിലപ്പോൾ ഒരു തിരിച്ചറിവ് ശിവാനിക്കുണ്ടായോ മാധവിക്കുട്ടിയുടെ കഥകൾ വായിച്ചപ്പോ? എനിക്ക് എഴുതണമെന്നുണ്ട്. ഞാൻ ചെറുതായി ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട്. ഇനിയും എഴുതണമെന്നുണ്ട്. പക്ഷെ ഓരോരോ കാര്യങ്ങളുമായിട്ട് ഒരു ഓർമ്മ പറഞ്ഞ് വളരെ മനസ്സിലെ ഇങ്ങനെ കീറി മുറിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മുറിക്കാൻ വേണ്ടിയൊന്നുമില്ലേ? അങ്ങനെ കീറി മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മകളൊന്നുമില്ല. പക്ഷെ ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോ നല്ല നല്ല ഓർമ്മക്കുറിപ്പുകളാണ്. താങ്കൾ ഈ ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോഴേ തുറന്നങ്ങ് എഴുതുമോ അതോ ചില പേജ് ഒട്ടിയിരിക്കുവോ? കവിതകളിലാണ് ഒന്നുകൂടെ തുറന്നെഴുതുക. അതാവുമ്പോ ആർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. മറ്റേതാവുമ്പോ അല്ലെ, താങ്കൾക്ക് തുറക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെ? അതെ, ഈ പുസ്തകമൊക്കെ തുറന്നു തന്നെ ഇരിക്കണം. അതെ, അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒന്നുകൂടെ ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചും കൂടെ കഴിഞ്ഞ ഇനിയും എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ എന്തായാലും തുറന്നെഴുതും. ഒരു മുസ്ലിം സമുദായത്തിൽ പിറന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ എഴുത്തിന്റെ ലോകത്ത് തന്റേതായ ഒരു സർഗ സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? കാരണം എല്ലാവരും നമ്മൾ എന്തെങ്കിലും എഴുത്തിനെ വിശാല മനസ്സോടെ കാണുന്ന ഒരു ജനതയല്ലേ ഈ സമുദായത്തിൽ കൂടുതലുള്ളത്? അല്ല, നമ്മൾ സമുദായത്തെ പറയണ്ട, എല്ലാ മനുഷ്യന്മാരെയും. ഞാൻ പറയുന്നത് ഈ സമുദായത്തിൽ എത്രയോ നല്ല എഴുത്തുകാരുണ്ട്, നല്ല ആളുകളുണ്ട്. കാര്യം ഒരുപാട് പുരോഗമനം കാക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, സമൂഹത്തെ പിടിച്ച് മാറ്റുന്നവരുണ്ട്, മുന്നോട്ട് പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ആ ആളുകളുള്ള ഒരു സമൂഹമല്ലേ, ആ സമൂഹത്തിൽ ഒരു നല്ലതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കാം. പെൺകുട്ടി എഴുതുമ്പോ അതിലൊരു വ്യത്യസ്തത ഉണ്ട്. പുരുഷനാണ് ഈ പ്രശ്നമില്ല. അപ്പം അത്ര ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പെൺകുട്ടി എഴുതുമ്പോ എന്തായാലും അതിലൊരു വ്യത്യാസം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്.
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ വ്യത്യാസം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപയുടെ ചോദ്യം ചോദിച്ചാലോ? 2 lakhs. കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ, കോസ്റ്റ്ലി ആൻസർ. മോണിറ്റർ. AD 1515 ഏത് നൂറ്റാണ്ടാണ്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 13, ഓപ്ഷൻ ഇ 19. നൂറ്റാണ്ടിലാണെന്ന് പറയുന്നത് നമുക്ക് കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടാ, പിടിവള്ളി. തീർച്ചയായിട്ടും ഒരു പിടിവളി കൂടിയുണ്ട്. ഷിഫാന, ഇനി 2 പകരം 3 ഓപ്ഷൻസ് ആണ് ഞാൻ പറയുക. അതിൽ 1 ശരി ഉത്തരം, ബി 14, സി 16, ഡി 13. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. തെറ്റിയാൽ അറിയാമല്ലോ, താങ്കൾ 10,000 രൂപയിലേക്ക് പോകും. സി 16 ആണോ എന്ന് സംശയം. കൂട്ടട്ടോ? കൂട്ടാം. ഓപ്ഷൻ സി 16 പൂട്ടുന്നു. കൂട്ടട്ടോ? 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 പൂട്ടി. എന്ത് സംഭവിക്കും ഇനിയിപ്പോ? അറിയില്ല. ഇപ്പൊ ഹാർട്ട് ബീറ്റ് നോക്കി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാലോ. ഹൃദയത്തിന്റെ ചലനശേഷി എങ്ങനെയുണ്ടെന്ന് അറിയാം. ഓക്കെ, ഹാർട്ട് ബീറ്റ് കൂട്ടേട്ടാ. 129. വളരെ മോശമല്ല, മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഹൃദയം പണിയുന്നുണ്ട് അവിടെ ഇരുന്ന്. 129 വരെ എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇനി തുറക്കാൻ പോകുന്നു, അതുകൊണ്ട് ഇനി അത് കൂട്ടണ്ട അല്ലേ? നമുക്ക് എന്തായാലും ശരിയായാലും തെറ്റായാലും കാര്യം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളെന്ന് മനസ്സിലാകും അല്ലേ? താങ്കൾക്ക് എന്തായാലും ഒരു 10,000 രൂപ ഉറപ്പായി. മലപ്പുറത്തേക്ക് പോകാനുള്ള വണ്ടിക്കൂലിയായി. ഇനി മലപ്പുറത്തേക്കല്ലേ പോകുന്നത്? ട്രിവാൻഡ്രത്തേക്ക് പോകുന്നില്ലല്ലോ ഇപ്പൊ? ട്രിവാൻഡ്രത്തോട്ടാ പോകണ്ട. അപ്പൊ ട്രിവാൻഡ്രത്തായാലും ഈ പൈസ ടാക്സി ഓടിച്ചു പോയാൽ പോലും ഇത്രയും പൈസ പോകും. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കുക. താങ്കളെ ബുദ്ധിമുട്ടിക്കാതെ പറയണമെന്ന് എന്റെ ആഗ്രഹം. എന്നാ പറയൂ. പേടിയുണ്ടോ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. പേടിയുണ്ട്. അപ്പൊ ഇത് തെറ്റാണെങ്കിൽ സാരമില്ല. ഞാനിവിടെ എത്തിയത് തന്നെ ഈ പെൺകുട്ടികളോടൊക്കെ സംസാരിക്കണം, സാറിനോട് സംസാരിക്കണം. ഇതിലൂടെ തന്നെ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ. ഒരു സമൂഹത്തെ തന്നെ നവീകരിക്കത്തക്ക രീതിയിൽ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ നല്ലതാ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ശരിയാണ്. ഇവിടെ നിന്നിട്ട് അത് അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര സംശയം വരുമല്ലേ? സംശയത്തിന്റെ കടലളകുക അല്ലേ? ശിവാന ജീവിതത്തിൽ മാറ്റിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ നിയമം ഏതാണ്? ഇപ്പോഴത്തെ നിയമം ശിവാനെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയാക്കിയെന്ന് വെച്ചു. ഒരു നിയമം മാറ്റാൻ അനുവാദം തന്നു കേരള നിയമസഭ. ഏത് നിയമമായിരിക്കും? ഞാൻ കർണാടകത്തിലൊക്കെ പെൺകുട്ടികളെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചാബിൽ PhD വരെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ എത്രയും പഠിക്കാൻ പറ്റും അവർക്ക് അത്രയും ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ 25 വയസ്സ് വരെ കല്യാണപ്രായം. അല്ലാത്തവരുണ്ടാവും പുരുഷന്മാർക്ക് എത്ര വയസ്സിൽ കെട്ടാം? അവർക്ക് ഇഷ്ടമുള്ളപ്പോ കെട്ടി. അവരാരും നിർബന്ധിക്കുന്നില്ലല്ലോ. അവർക്ക് ഇപ്പൊ ഇഷ്ടമുള്ളപ്പോ കല്യാണം. അവർക്ക് നിർബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. ചില മാതാപിതാക്കള് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ചെറുക്കനെ ഒന്ന് കെട്ടിക്കണം. അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കണ്ണടക്കാൻ നിൽക്കുന്നവരെല്ലാം അതിലാ താല്പര്യം. 18 വയസ്സ് 21 വയസ്സ് അങ്ങനെ ഒരു ആവശ്യമില്ല. സെയിം ഏജ് 25 വയസ്സ് തന്നെ ആക്കാനും ആഗ്രഹമുണ്ട്. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഏജ് ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. അല്ലെ, താങ്കൾ ഈ 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ദൈർഘ്യം ആലോചിക്കുമ്പോൾ ഈ 8 കൊല്ലത്തെ യാത്ര കുറച്ച് ദുസ്സഹമായിരുന്നു ഈ കുട്ടിയുടെ മനസ്സായതുകൊണ്ട്. ഒരിക്കലും എളുപ്പമല്ല. ഒരിക്കലും എളുപ്പമല്ല. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഇടയിൽ എഴുതുന്നതിന്റെ മൂഡ് സ്വിങ്സ് ഉണ്ട്. പിന്നെ വീട്, കുട്ടി, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കേണ്ട ഒരു പ്രായത്തിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഭയങ്കര ഒരു ഭാര്യയുടെ തികവിലേക്കും ഭാഗതയിലേക്കും വരാൻ 17 വയസ്സ് പറ്റില്ല, 18 വയസ്സും പറ്റില്ല. എന്റെ ഒരു കേസിലാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു മനുഷ്യനാണ്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എന്റെ ലൈഫിൽ. വീട്ടിൽ കയറാൻ പറ്റുമോ? എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ എല്ലാ ആൺകുട്ടികളും അല്ല പുരുഷന്മാരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുടെ ലൈഫിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പറയേണ്ടി വരില്ല എന്ന് തോന്നാറുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, സന്തോഷം. ഇനി നമ്മൾ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. 3 lakhs rupees. മോണിറ്റർ. നല്ലൊരു ചോദ്യമാണ്, കാണാനും കേൾക്കാനും ഒരു സുഖമുള്ള ചോദ്യം. മലപ്പുറത്തുകാരുള്ള ചോദ്യമാണ്. ഏത് രാജ്യത്താണ് മലബാർ ബീച്ച്? ഓപ്ഷൻ ഇ മാലി, ഓപ്ഷൻ ബി മാൾഡോവ, ഓപ്ഷൻ സി ശ്രീലങ്ക,
ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഇ പാകിസ്ഥാൻ. മലബാർ ബീച്ച് ഏത് രാജ്യത്താണ്? എനിക്കറിയില്ല സർ. അറിയില്ല. കറക്കി കുത്തണം. വേണ്ട, ഇതുവരെ വന്നിട്ട് ഞാൻ കറക്കി കുത്തണ്ട. എനിക്കറിയാമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കറക്കി കുത്തിയേനെ. ഞാൻ ഇത് വായിച്ചതായിട്ട് ഓർമ്മയില്ല. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാൻ ക്വിറ്റ് ചെയ്യുന്നു. കൂട്ടോ. ആ, അപ്പൊ ഷിഫാന, താങ്കൾ ക്വിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ഉത്തരം പറയൂ. താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഉത്തരം. മലബാർ ബീച്ച് സാധ്യത എവിടെയാണ്? ടീച്ചർ, ആലോചിക്കണ്ട, ഇനി പൈസ കിട്ടത്തില്ല. എന്നാലും ആ, ആ. മാലി. അവിടെ മലബാർ ബീച്ച് ഇല്ല. ഇനി ഒരു സ്ഥലം പറഞ്ഞ്. പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഒട്ടുമില്ല. ഇനി ഒരു സ്ഥലം പറഞ്ഞ്. ശ്രീലങ്ക. അയ്യോ, അവിടെ ഇല്ല. അവിടെ അങ്ങനെ ബീച്ച് തുടങ്ങിയിട്ടില്ല. ഇനി രണ്ട് രാജ്യം കൂടെ ഉള്ളൂ. അതും കൂടെ പറഞ്ഞോളൂ. ആ, നിർണായകമായ 2 രാജ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. മലബാർ ബീച്ച് 2 രാജ്യത്തെ എവിടെ മറഞ്ഞു കിടക്കുകയാണ്. മാൽഡോവ ആണോ? മാൾഡോവ അല്ല. അപ്പൊ ഇനി ഒരു രാജ്യം കൂടെ ഉള്ളൂ. അത് ഞാനങ്ങ് പറയാം. ഓസ്ട്രേലിയ ആണ് ശരി ഉത്തരം. ഓസ്ട്രേലിയയിലാണ്. ആണല്ലേ? അപ്പൊ എന്തായാലും മലബാർ ബീച്ച് ഓസ്ട്രേലിയയിലായിരുന്നു. താങ്കൾ കറങ്ങി കുത്താത്തത് വളരെ നന്നായി അല്ലേ? അതുകൊണ്ട് ഇപ്പൊ 1 ലക്ഷം രൂപ കയ്യിലുണ്ട് അല്ലേ? ഈ 1 ലക്ഷം രൂപ കൊണ്ട് ക്യാൻസർ ബാധിച്ച രോഗികളെയും അതേപോലെ ആവശ്യക്കാരെയും സഹായിക്കാനാണ് താങ്കൾ തീരുമാനിക്കുന്നത്. RCCയുടെ ഇടനാഴിയിൽ കണ്ടുമുട്ടിയ കുട്ടികളെ താങ്കൾക്ക് സഹായിക്കണം അല്ലേ? ഒരുപാട് രോഗികളുള്ള സ്ഥലമാണ്. രോഗികളും കുത്തിരിപ്പുകാരും. ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട് പലപ്പോഴും. അവിടെ എല്ലാവരും പോകണം. ഞാൻ ഇതുവരെ ഒരു ഹോസ്പിറ്റൽ കേസ് ഒന്നും നേരിടാത്ത ഒരാളാണ്. അനിയന് ഇങ്ങനെ അസുഖം വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലോട്ട് ശരിക്കൊന്ന് കയറുന്നതും. അതുവരെ അങ്ങനെയൊന്നും നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വരുന്നു പോകുന്നു, അതിനപ്പുറം. അപ്പം നമ്മൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ലൈഫിൽ നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാവും. മാത്രമല്ല മനുഷ്യന്റെ അഹങ്കാരം ഒന്ന് തീരാനുണ്ട്. ഈ ആശുപത്രി ഇതുപോലുള്ള ഈ റീജിയണൽ ക്യാൻസർ സെന്റർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര, ഇങ്ങനെയൊക്കെ പറയുന്ന മേജർ ആശുപത്രികൾ ഇടനാഴികളിൽ പോയാൽ മതി. അപ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക. കാര്യം നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. പലപ്പോഴും ഈ റീജിയണൽ ക്യാൻസർ സെന്ററിലൊക്കെ ഞാൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ നടത്താൻ പോയി. കാര്യം അവർക്ക് പാട്ടൊക്കെ കേട്ട് അവരെ സന്തോഷിപ്പിക്കുക. അപ്പോഴൊക്കെ നമ്മൾ ഈ ക്യാൻസർ വാർഡുകളിൽ കണ്ടുമുട്ടുന്ന ചെറിയ കുട്ടികൾ, അവർക്ക് ഈ ക്യാൻസർ ബാധിച്ചൊക്കെ ഈ കുട്ടികൾ അവരെ പരിചരിക്കാൻ പറ്റാത്ത ആളുകൾ, പിന്നെ അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ കാണുന്ന ആളുകൾക്ക് ഈ അഹങ്കാരത്തിന്റെ കടയറത്ത് വീഴ്ത്താൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഇത്തരം ആശുപത്രി ഇടനാഴിലേക്ക് കൊണ്ട് ചവിട്ടി തള്ളുക. ആളുകൾ തള്ളിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് മരണത്തിന്റെ നിറം, തവിട്ട് നിറമാണെന്ന് അവർക്ക് അവിടെ മനസ്സിലാവും. അവിടെയാണ് നമ്മളുടെ എത്രമാത്രം ഭാഗ്യവാന്മാര്, നമ്മുടെ ജീവിതം എത്രമാത്രം മൂല്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മൾ വെറുതെ വായിട്ടലച്ചിട്ടോ നമ്മൾ മനുഷ്യരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടോ തീരേണ്ടത് ഒന്നല്ല. നമ്മളെ ആൾക്കാർ സാറിന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്നോടാ കളി, ഞാൻ ആരാ മോൻ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഒറ്റ ശ്വാസത്തിന് അവിടെ നിൽക്കത്തില്ല. ആ അഹന്ത നമുക്ക് മാറിക്കിട്ടും. അത് ആ അഹന്തയും എന്ന് വെച്ചാൽ നീ നിന്നെ അറിയണം എന്ന് പറയുന്ന ഫിലോസഫി ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇടനാഴികളിൽ പോകണം. താങ്കൾക്ക് ഒരുപക്ഷെ അഹങ്കാരമില്ലാതെ തന്നെ താങ്കൾക്ക് അവസരം കിട്ടി. ഷിഫാന, താങ്കൾ ക്യാൻസർ വാർഡിലെ ആളുകളെ സഹായിക്കുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി ചെക്കൊക്കെ വാങ്ങിച്ച് അതിന് നടപടികളൊക്കെ പൂർത്തിയാക്കി നമുക്ക് തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങണ്ടേ? ഓക്കെ, ഉള്ളൂരിൽ പോണ്ടേ? അപ്പൊ നമുക്ക് ഉള്ളൂരിലേക്കല്ല, താഴേക്ക് തൽക്കാലം പോകാം. കുട്ടേട്ടാ, ലെവൽ 1. ഷിഫാന, പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോ അനിയനും ഇടയ്ക്കിടെ കയറി വന്നു. ഷിനാൻ അല്ലേ? അവൻ എത്ര വയസ്സായ കുട്ടിക്ക്? അവന് 21 വയസ്സാണ്. അവന് കൊടുത്തവന്. ഷിനാൻ മോന്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട്. എളുപ്പ സുഖമാവും. അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോ ക്യാൻസർ സെന്ററിലെ നല്ല പരിചരണം കിട്ടും. അപ്പൊ എളുപ്പം മോൻ രോഗത്തിൽ നിന്നൊക്കെ പുറത്തു വരും. പുറത്തു വരുമ്പോ നമുക്കിവിടെ വന്നൊരു കളി കളിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ കാത്തിരിക്കും. മോൻ എളുപ്പ സുഖമായിട്ടേക്ക് വന്നാൽ മതി. ഒരു ദിവസം ആ നല്ല വാർത്തകൾ. ഓക്കെ, അപ്പൊ ഞാൻ 1 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിടുന്നു. അപ്പൊ ശിവന, വളർന്നു വരുന്നൊരു എഴുത്തുകാരിയാണ് താങ്കൾ. എനിക്കൊന്ന് മാധവിക്കുട്ടി താങ്കൾക്ക് തീർച്ചയായിട്ടും എഴുത്തിന്റെ ഒരു വെളിച്ചമായിരിക്കും. കാരണം അത് താങ്കൾക്ക് ഒരുപാട് ധൈര്യം പകരും. എനിക്കത് വ്യക്തിപരമായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു എഴുത്തുകാരിക്ക് നട്ടലിനേക്കാളും ഒരു ഫിലോസഫിക്കൽ ഇൻസൈറ്റ് വേണം തെളിയിച്ച ആളാണത്. താങ്കൾക്ക് ജീവിതത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ താങ്കൾ എഴുത്തിലൂടെ പറയുക. താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് ബിഗ് ഷോ. നമ്മൾ 1 ലക്ഷം രൂപയുടെ ചെക്കാണ് താങ്കൾക്ക് തരുന്നത്, മൈജി നൽകുന്ന ചെക്ക്. ഇനി നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ്സസ് ഷിഫാന സലീം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ്. 1 കോടി. ഓക്കെ, താങ്ക് യു ഷിഫാന. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുക, മോനെ കാണുക. ഓക്കെ,
റെഡി. അവനോട് എന്റെ അന്വേഷണം നേരിട്ടും പറഞ്ഞു. ഉറപ്പായിട്ടും ഓക്കെ. ഷിഫാനയുടെ സർഗസ്വാതന്ത്ര്യത്തിന്റെ വഴി ദേ നീണ്ടു കിടക്കും. അങ്ങോട്ട് പോയി. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് പലരും കടന്നു ചെന്നിട്ടില്ല എന്ന് നമ്മൾ വിജ്ഞാനത്തിന്റെ വേദിയിൽ അറിയുന്നു. ഇതൊരു വെള്ളി വെളിച്ചം പോലെ നമ്മുടെ മനസ്സിൽ നിറയുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു ഉത്തരം പറയാനുണ്ടല്ലോ. കുട്ടേട്ടനെ കിട്ടാനുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിക്കാൻ ഐസക് ന്യൂട്ടൻ പ്രേരണയായിട്ടൊരു സാധനം തലയിൽ വീണു. ആ ഫലം, തലയിൽ വീണ ഫലം ഏതായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അത് ആപ്പിൾ ആയിരുന്നു. ഉത്തരമയച്ച ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. 10,000-കണക്കിന് ആളുകളാണ് ഇപ്പൊ കുട്ടേട്ടനെ കിട്ടാൻ വേണ്ടി ശരി ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇന്നും കുറവൊന്നും ആയിരിക്കില്ല. അപ്പൊ ഇതിൽ നിന്ന് 5 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. 5 വിജയികൾക്ക് നമ്മൾ സമ്മാനങ്ങൾ അയക്കും. സമ്മാനങ്ങൾ കുട്ടേട്ടനാണ്. അപ്പൊ ആരൊക്കെയാണ് ഈ 5 ആളുകൾ? ഇവരാണ് ഈ 5 ആളുകൾ. ഇന്നിനി നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നാളെ രാത്രി 9 മണിക്ക് നമ്മൾ കാണുമ്പോൾ പുതിയ മത്സരാർത്ഥികളും പുതിയ ചോദ്യങ്ങളും. ഗുഡ് ബൈ.